ആശുപത്രിയിലേക്ക് പോകുന്ന 10 പേരിൽ 4 പേർക്കും ഇന്ത്യയിൽ ചികിത്സാ പിഴവാണ് കിട്ടുന്നത്. ഒരു കൊല്ലം ലോകത്ത് മരുന്ന് കാരണം മരിക്കുന്നത് 26 ലക്ഷം പേരാണ്. ചികിത്സ കൊണ്ട് ഇന്ന് MBBS പഠിക്കുന്നതിൽ 80% വൈദ്യത്തിൽ താല്പര്യമില്ലാത്തവരാണ്. ശരീരത്തിന് ഇപ്പോൾ ഡൈജസ്റ്റീവ് എനർജി, തെർമൽ എനർജി ഇതെല്ലാം ചിലവാക്കാതെ ഉള്ളിലേക്ക് തന്നെ കൊടുത്താൽ ആ എനർജിയും കൂടി എടുത്ത് പൂർണ്ണമായ വിശ്രമത്തിൽ സ്വയം രോഗമാറ്റം നടത്താൻ ശരീരത്തിന് അറിയാം. അല്ല, അപ്പം നമ്മുടെ രോഗം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ക്ഷയിക്കാതെ അതിന് ഒരു മര്യാദയിലങ്ങ് പോയാൽ മതി. പുറത്തുള്ള അവയവങ്ങളെ മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ. ഹൃദയം പ്രവർത്തിക്കുന്നത് നമ്മളോട് ചോദിച്ചിട്ടല്ല. ഒരു കൺട്രോളും നമുക്ക് അതിൻ്റെ പുറത്തില്ല. എന്തു ഭക്ഷണമാണെങ്കിലും കഴിക്കുന്ന 2 മണിക്കൂറിനും കഴിക്കണം. കുക്ക് ചെയ്തോ വേവിച്ചോ 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. ഈ ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടായി കഴിച്ചാലോ? ഹോം മോർച്ചറിയിൽ നമുക്ക് ഈ ആഹാരശവങ്ങൾ കയറ്റി വയ്ക്കാം. ഹോം മോർച്ചറി. ഉദാഹരണത്തിന് കൊളസ്ട്രോൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൊളസ്ട്രോളാണ്. ഇത് നമ്മളോട് ആരും പറയണില്ല. വെയിൽ കൊണ്ടാൽ മതി. MA ബേബി, ഡോക്ടർ VS വിജയൻ, തുഷാർ ഗാന്ധി ഇവരൊക്കെ നേച്ചർ ലൈഫിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ച് പ്രമേഹം മാറ്റിയെടുത്തവരാണ്. പിണറായി കയറിയപ്പോൾ തന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ച് ജേക്കബിനെ ഉള്ളിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത് കേട്ട ഒരു പത്രലേഖകൻ എന്നോട് പറഞ്ഞിരുന്നു. കാല് പഴുത്ത് പ്രമേഹ രോഗികളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അങ്ങനെയാണല്ലോ വരുന്നത്. എത്രയോ പേരെയാണ് നമ്മൾ മുറിവുണക്കിയിട്ടുള്ളത്, മുറിക്കണമെന്ന് പറഞ്ഞ കാലുകളുമായിട്ട്. ജേക്കബ് പറയുന്നത് ഈ പ്രമേഹ രോഗികൾക്ക്, നല്ല പ്രമേഹ രോഗികൾക്ക് പോലും കൃത്യമായ ഒരു ജീവിതക്രമത്തിലൂടെ ഇത് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും മരുന്ന് വേണ്ട. നമുക്ക് മുദ്ര പേപ്പറിൽ എഴുതി ഒരു കൊട്ടേഷൻ പോലെ എടുത്ത് പ്രമേഹ രോഗികളെ ചികിത്സിക്കാൻ പറ്റും. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. മോഡേൺ മെഡിസിൻ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അലോപ്പതി എന്നറിയപ്പെടുന്ന മോഡേൺ മെഡിസിൻ, അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആധുനിക വൈദ്യന്മാർ ഏറി വരികയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ആരോഗ്യ മേഖലയെ സമ്പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അലോപ്പതി ചികിത്സ മാത്രമാണ്. അലോപ്പതിയിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴും മറ്റ് ചികിത്സാ രീതികളെ അവഗണിക്കുന്നത് മോശമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആയുർവേദത്തിനും ഹോമിയോയ്ക്കും പ്രകൃതി ചികിത്സയ്ക്കും യുനാനിക്കുമൊക്കെ നമ്മുടെ രാജ്യത്ത് സ്ഥാനമുണ്ടാവണം എന്ന് വിശ്വസിക്കുമ്പോൾ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പലരും രംഗത്ത് വരുന്ന പോലുമില്ല. അശാസ്ത്രീയം എന്നാണ് ഇവരുടെയൊക്കെ വാദം. പ്രകൃതി ചികിത്സയെക്കുറിച്ച് ആധികാരികമായി പറയാനറിയാവുന്ന, ദീർഘകാലമായി പ്രകൃതി ചികിത്സ നടത്തുന്ന ഗാന്ധിയൻ ജേക്കബിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ജേക്കബ് എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജേക്കബ് ആരാണ്? അതിൽ ഞാനൊരു സാധാരണ ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് തന്നെയാണ്. പഠനത്തിൽ അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല, അത്ര മോശമായിരുന്നില്ല. എന്നാലും ചെറുപ്പത്തിൽ തുടങ്ങി ചില സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വൈപ്പിൻ ബോട്ട് സമരം, ബസ് വൈപ്പിലാണോ വീട്? വൈപ്പിനിൽ മാലിപ്പുറമാണ്, കത്തയിടമാണ് വീട്. അപ്പോൾ അവിടെ പഠിച്ചു വരുന്നു? അതെ, ഇളങ്ങുന്നപ്പുഴ ഹൈസ്കൂളായിരുന്നു പഠനം. അപ്പോഴാണ് ഈ സാമൂഹ്യ രംഗത്തേക്ക് ആദ്യം ഞാനൊരു 5ാം ക്ലാസ് തുടങ്ങി തന്നെ യങ് ഫാർമേഴ്സ് ക്ലബ്ബ്, റെഡ് ക്രോസ്, പിന്നെ പള്ളിയിലെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പ്രവർത്തനത്തിൽ വന്നങ്ങനെ ഒരു കോളേജിലേക്ക് കാലി വെച്ചതോടെ വൈപ്പിൻ ബോട്ട് സമരത്തിലേക്ക് ചാടേണ്ടി വന്നു. എന്തായിരുന്നത്? ബോട്ടിൻ്റെ ചാർജ് കൂട്ടി, അതിനെതിരെ സമരം വേണമെന്ന് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൂടെ തീരുമാനിച്ചു. അപ്പോൾ രാഷ്ട്രീയക്കാരൊന്നും ഇല്ലായിരുന്നോ? ഇല്ല, ആ മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വൈപ്പിനിലെ രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്തിരുന്നില്ല, അന്നില്ല, ആ സമയത്തില്ല. ഇന്നിപ്പോൾ വൈപ്പിന് എനിക്ക് CPM സ്വാധീനമുണ്ട് കൂടുതൽ കാര്യങ്ങൾ. പക്ഷേ എന്നാലും ഇതുപോലുള്ള ചില പ്രശ്നങ്ങളിൽ അവരൊന്നും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ മദ്യത്തിനെതിരായ പ്രവർത്തനം. ഇപ്പോൾ ഞാൻ 1980 മാർച്ച് 30-നാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് പ്രൊഫസർ MP മന്മഥനും പ്രൊഫസർ G കുമാരപിള്ളയൊക്കെ ആയിട്ടുള്ള ഒരു മദ്യവിരുദ്ധ സത്യാഗ്രഹ സ്ഥലത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി ചെല്ലുന്നതാണ്. ചെറുപ്പക്കാരൊക്കെ ആയിട്ടൊരു നീക്കം നീങ്ങി അവർ നമ്മളെ കൊല്ലാൻ തന്നെയുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് വേണമായിരുന്നു. അങ്ങനെയാണ് മന്മഥൻ സാറിൻ്റെ കൂടെ ഈ പരിപാടി. അതെ, കോളേജിൽ ചേർന്ന സമയത്ത് തന്നെയാണ്. ഞാൻ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി. അവിടെ നിന്ന് പിന്നെ അപ്പോൾ പ്രീ ഡിഗ്രി SFI സൈബർ എൻ്റെ സീനിയറായിരുന്നു. SFIയുടെ പ്രവർത്തനം മന്മഥൻ സാറായിട്ടുള്ള പരിചയത്തിലൂടെ ഗാന്ധി മാർഗത്തിലേക്ക് വരാൻ ഇടയായി. മന്മഥൻ സാറായിരുന്നു നമ്മുടെ ഗുരു എന്ന് വേണേൽ പറയാം. അയ്യോ, അതുപോലൊരു മനുഷ്യൻ. അപ്പോൾ പിന്നീട് ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടായി.
അത് എനിക്ക് തോന്നുന്നത് ഏതൊരു സാധാരണക്കാരനും അങ്ങനെയുള്ളൊരു മഹാനായ മനുഷ്യൻ്റെ കീഴിൽ ഞാൻ 10-20 കൊല്ലം അദ്ദേഹത്തോടൊപ്പം ആയിരുന്നു. എം പി മൻമോഹൻ സാറോടൊപ്പം മദ്യത്തിനെതിരായിട്ടുള്ള സമരങ്ങളും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യാത്ര ചെയ്യാനും കേരളം പരിചയപ്പെടാനിടയായത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി ചികിത്സ. ആ സമയത്ത് പ്രകൃതി ചികിത്സ ആദ്യത്തെ സമയത്ത് ഞാനും ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ ആയി, മരുന്നുകളും ആശുപത്രി, അപ്പോൾ പിന്നെ ഈ മണ്ണ് പൊത്തലും വെള്ളത്തിൽ കിടത്തലും ഒക്കെ ആയിട്ട് അതിനെ ഒരു താല്പര്യമുണ്ട്. ആദ്യം കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ മെച്ചം ചിലരിലൊക്കെ കണ്ട് ആശയങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു താല്പര്യമുണ്ട്. ഗാന്ധിമാർഗ ചിന്ത കൂടിയാണ് പ്രകൃതി ചികിത്സ എന്ന് നിലയ്ക്ക്. ഗാന്ധിസത്തിന്റെ ഭാഗം എന്ന് വേണം പറയാമോ? തീർച്ചയായിട്ടും. കാരണം സ്വരാജാണ്, സ്വയംഭരണം, സ്വാവലംബനം, സ്വാശ്രയത്വം. ഗാന്ധിമാർഗത്തിൻ്റെ പ്രാണൻ ഇതിലാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ നമുക്ക് തന്നെ ചെയ്യാമെങ്കിൽ പോരാത്തത് മാത്രം പുറത്തു പോയാൽ മതിയല്ലോ. അപ്പോൾ പല രോഗങ്ങളും മാറുന്ന വേഗതയെല്ലാം കണ്ടപ്പോൾ പഠിക്കാൻ തുടങ്ങി. 1985 ഞാൻ ഗുജറാത്തിൽ നാരായൺ ദേശായി, മഹാദേവ് ദേശായി ഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ചെറുപ്പക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിശീലന കേന്ദ്രമുണ്ട്. അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. കോളേജ് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് വാസ്തവത്തിൽ ഞാൻ ആ കോഴ്സിന് പോകുന്നത്. 1 കൊല്ലത്തെ കോഴ്സാണ്. അത് ലൈഫ് സ്റ്റൈലാണ്. കൃഷിപ്പണി, നൂല് നോക്കൽ, ആശയം എല്ലാം കൂടിയുള്ള ആ ഒരു കോഴ്സിനും കൂടി അവിടെ വെച്ചാണ് കുറേ കൂടെ ഡീപ്പായിട്ട് യോഗയിലേക്കും പ്രകൃതി ചികിത്സയിലേക്കും ഇറങ്ങാൻ സാധിച്ചത്. പിന്നെ ഗാന്ധിജിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അഖില ഭാരത പ്രകൃതി ചികിത്സാ പരിഷത്ത്, രാജ്ഘട്ടിൽ തന്നെയാണ്. അവിടെ നിന്ന് 3.5 കൊല്ലത്തെ പ്രകൃതി ചികിത്സയിൽ ഡിപ്ലോമ എടുത്തു. പലയിടത്തുമായിട്ട് പഠനങ്ങൾ. പിന്നെ അയാൾക്ക് ശിവാനന്ദ ഋഷികേശിൽ യോഗ കുറച്ച് ദിവസം പോയി ശീലിച്ചു. അതിനു മുമ്പ് യോഗയൊക്കെ ചെയ്യുമായിരുന്നു. ശിവാനന്ദാശ്രമം ഋഷികേശിൽ ഒരെണ്ണമുണ്ട്, അവിടെയാണ് മെയിനായിട്ടുള്ള. അപ്പോൾ അങ്ങനെ കുറേ കൂടെ അവിടെ നിന്ന് കുറച്ച് യോഗ പഠിച്ചു. അവരൊരു കോഴ്സിലായിട്ടല്ല, അല്ലാതെ തന്നെ പോയി നിന്നിട്ട് നമ്മൾ താല്പര്യത്തിൽ പഠിച്ചെടുത്തു. കുറേ കൂടെ കറക്ഷൻ അവിടെ വരുത്താൻ സാധിച്ചു. പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും CRR വർമ്മജി കേരളത്തിൽ പ്രകൃതി ചികിത്സയുടെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട് കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഒരു വർമ്മജി അതിന് മുമ്പ് പരിചയമുണ്ടില്ല, വന്ന് പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ വൈദ്യഭൂഷണൻ രാഘവൻ തിരുവൽപ്പാട്, രണ്ടുപേരെയും പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് എന്നോടൊരു താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഗാന്ധിയൻ ആശയം പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട 2 ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വൈദ്യ ഡോക്ടർ പ്രസാദ്. ഡോക്ടർ പ്രസാദ് ഇവിടെ അഷ്ടാംഗ എന്ന് പറഞ്ഞിട്ടുള്ള കുന്നംകുളം ഭാഗത്തുള്ള ഒരു പ്രകൃതി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഞങ്ങൾ 2 പേരായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ. അപ്പോൾ മദ്യത്തിനെതിരെ സമരമായിട്ട് ഓടി നടക്കുകയാണ്. ഷാപ്പുകാരുടെ തല്ല് കൊള്ളുക, പോലീസിൻ്റെ തല്ല്, കേസൊക്കെ ഇട്ട് നടക്കുന്നൊരു കാലമാണെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഇരിക്കും. ഒരു കാര്യവും നമ്മളെ പഠിപ്പിക്കുകയില്ല. പഠിച്ചോണം. ചോദ്യങ്ങൾ ചോദിക്കും നമ്മളോട്. എന്താണത്, എന്തുകൊണ്ട്? നിഷ്കളങ്കമായ ചോദ്യങ്ങളാണ്. ഉത്തരം പറയാൻ നോക്കുമ്പോഴാണ് നമുക്കുള്ള പരിമിതി എന്താണെന്നും നമ്മുടെ അറിവ് എത്രയോ താഴെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നൊരു ഗുരുവായിരുന്നു, അഗാധ പണ്ഡിതൻ സംസ്കൃതത്തിൽ. വർമ്മജിയായിട്ട് അങ്ങനെ ഒരു അടുപ്പത്തിന് പോയില്ല. വർമ്മജി ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ് എല്ലാവരെയും നിർത്തിയിരുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി ഗൗരവക്കാരനും കർക്കശക്കാരനുമായിരുന്നു. എന്നാലും ആശയതലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. തിരുവൽപ്പാടിൻ്റെ കൂടി ആയപ്പോൾ കുറേ കൂടെ സിമ്പിളായി കാര്യങ്ങൾ. കുറേ കൂടെ ഇപ്പോൾ ഒരു മുഖം നോക്കിയ ആളെ രോഗം പറയാനുള്ള തിരുവൽപ്പാട് പറ്റും. അത് കുറച്ചൊക്കെ എനിക്കും അദ്ദേഹം പകർന്നു തന്നിട്ടുണ്ട്. വൈദ്യദൃഷ്ടി വികസിച്ചാൽ ആർക്കും ഒരു രോഗിയെ കാണുമ്പോൾ, ഇപ്പോൾ ഒരുവിധം പരിചയമുള്ള ഏത് ഡോക്ടറാണെങ്കിലും, അലോപ്പതി ഡോക്ടറാണെങ്കിലും ആരാണെങ്കിലും, ഒരു രോഗി വരുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ആ പ്രൊഫഷൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അധ്യാപികയ്ക്ക് മണ്ടൻ കുട്ടിയെയും പഠിക്കുന്ന കുട്ടിയെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. നല്ല പോലീസുകാരന് കള്ളം പറയുന്നവന് അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് അറിയാം ഏത് ഭാഗത്താണ് രോഗം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രോഗം എന്ന് വെച്ചാൽ അഴുക്ക് അല്ലെങ്കിൽ മോശമായിരിക്കുന്ന അവയവങ്ങളുടെ എല്ലാ ലക്ഷണങ്ങളും ഒരുവിധം മുഖത്ത് വരും, ചുണ്ടിൽ വരും, പല്ലിൽ വരും, നാവിൽ വരും. പക്ഷേ ഞാൻ 4-5 കൊല്ലം ഇത് പഠിക്കേണ്ടത് എൻ്റെ ചോദ്യം. ഈ MBBS പഠിക്കുന്ന പോലെ അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും അതിൽ MBBSൻ്റെ ഒക്കെ പഠനം ഫിസിയോളജി, നമ്മുടെ ശരീരശാസ്ത്രം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമെങ്കിലും ഇന്ന് MBBS പഠിക്കുന്നതിൽ 80% വൈദ്യത്തിൽ താല്പര്യമില്ലാത്തവരാണ്. ചികിത്സയിൽ താല്പര്യം. ബോൺ ഡോക്ടറല്ല, ഒരു ബോൺ ആർട്ടിസ്റ്റ്. അവനൊരു കോഴ്സും വേണ്ട, അവൻ നന്നായിട്ട് ചിത്രം വരക്കും. ചിത്രകല മനസ്സിലില്ലാത്തവനെ പഠിപ്പിച്ച് ചിത്രം വരപ്പിക്കാം, അത് ഇത്രേ ഉണ്ടാവുള്ളൂ.
എങ്ങനെയായാലും ചികിത്സയ്ക്ക് ഉള്ളൊരു പ്രത്യേകത ഇത് ഓട്ടോമാറ്റിക്കാണ്. ഒരു ശരീരം സ്വയം നടത്തുന്ന പ്രക്രിയയാണ് നിരന്തരമായിട്ട്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 10 തുടങ്ങി 40 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചത്തുപോകുന്നത്. ഒരു സെക്കൻഡിൽ. അതായത് നമ്മുടെ ശരീരത്തിൽ 37.5 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ AI ഇരുന്ന്, വേറെ ജോലിയൊന്നും AIക്ക് ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്തി. അങ്ങനെയാണ് ഇത് പറയുന്നത്. അതിൽ ത്വക്കിലെ കോശങ്ങൾ 28 തുടങ്ങി 30 ദിവസം ജീവിച്ച് മരിക്കും. അപ്പോൾ പകരം വീണ്ടും വരും. ശരീരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കരളിലെ കോശങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് 200 തുടങ്ങി 400 ദിവസമാണ്. കരളിനൊരു കേടുണ്ടെങ്കിൽ അതിനെ നന്നാക്കി വെക്കാൻ ഒരു കാറിൻ്റെ ബോഡി അല്ല അത് സ്വയം പഴയ കോശങ്ങൾ കേടുപറ്റിയതെല്ലാം മാറുന്നു. നമ്മൾ നീണ്ട ഉറക്കം ഉറങ്ങുകയാണെങ്കിൽ ഈ റിപ്പയറിങ്ങിൻ്റെ പ്രോസസ്സ് കൂടുതൽ വേഗത്തിലാകും. ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിന് പ്രവർത്തനം കുറവായതുകൊണ്ട് മറ്റ് ജോലികൾ എനർജി ചിലവാക്കുന്നില്ല, മെയിൻ്റനൻസ് നടത്തുകയാണ്, സർവീസ് നടത്തുകയാണ്. ഇപ്പോൾ രോഗം വന്നാൽ അത് മാത്രം പോരാ, കുറേ കൂടെ ലോങ് സ്ലീപ്പ് വേണ്ടി വരും. ശരീരത്തിന് ഇപ്പോൾ ഡൈജസ്റ്റീവ് എനർജി, തെർമൽ എനർജി, പുറത്തുള്ള ആക്ടിവിറ്റീസിന് ചിലവാക്കുന്ന എനർജി, ഇതെല്ലാം ചിലവാക്കാതെ ഉള്ളിലേക്ക് തന്നെ കൊടുത്താൽ ആ എനർജിയും കൂടി എടുത്ത് പൂർണ്ണമായ വിശ്രമത്തിൽ സ്വയം രോഗമാറ്റം നടത്താൻ ശരീരത്തിന് അറിയാം. അപ്പോൾ ഈ ഒരു ഭാഗം വിശ്രമിക്കണമെന്ന് പറയുന്നത്, വിശ്രമിക്കാതെ ഓടി നടക്കുന്ന വണ്ടിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഈ ഗുളികയും വായിലിട്ട് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയുടെ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ട് ഓടി നടക്കുന്ന ഒരാൾക്ക് രോഗമാറ്റം കിട്ടില്ല. അല്ല, അപ്പോൾ ഈ കോശങ്ങളുടെ കാര്യം ഒന്നും പറഞ്ഞ് ഇത് പോകുമ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ നശിച്ചു, അതിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. തലച്ചോറിലെ കോശങ്ങൾ, കണ്ണിലെ ലെൻസ്, പല്ലിലെ ഇനാമൽ, ഇത് മൂന്നുമാണ് മാറ്റമില്ല എന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ കോശങ്ങളും സ്വയം കേടുതീർക്കാൻ അതിനറിയാം, സ്വയം നശിക്കാൻ. സെൽ സിഗ്നലിംഗ് സിസ്റ്റത്തിൽ നിന്ന് മെസ്സഞ്ചർ പ്രോട്ടീൻസ് വന്ന് അപ്പോപ്റ്റോസിസ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്നാണ് അതിനെ പറയുക, അത് മരിക്കണം. അപ്പോൾ അങ്ങനെ മരണവും ജനനവും നിരന്തരം ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലാണ് ചികിത്സ യഥാർത്ഥത്തിലുള്ളത്. ഈ ചികിത്സ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ കഴിവോ മരുന്നിൻ്റെ മാജിക്കോ അല്ല. ആ ശരീരം നിർമ്മിതമായിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണെന്നുള്ളതാണ് ഇതിൽ. ഇപ്പോൾ ഇന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് രക്തമജ്ജ മാംസാദികളായിട്ട് മാറുന്നുണ്ട്. ചാരായം ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ ചാരായം കയറും. അതുകൊണ്ടാണ് കുടിയനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ സഹായിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രകൃതി ചികിത്സാലയങ്ങളിൽ നമ്മൾ അതേ ചെയ്യുന്നുള്ളൂ. നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു. നിങ്ങളുടെ ശരീരം സ്വയം പുതുക്കുന്നത്, സ്വയം തിരുത്തുന്നത്, സ്വയം നിർമ്മിതമാകുന്നത്, സ്വയം വളരുന്നത്, സ്വയം മരിക്കുന്നതുമായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് പ്രതിഭാസമാണ്. അതിനെങ്ങനെ കൊണ്ടു നടക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 45-46 കൊല്ലമായി ഞാൻ രോഗങ്ങളില്ലാതെ ജീവിക്കുകയാണ്. ഒരു രോഗത്തിൻ്റെ പേരിലും ഒരു ഡോക്ടറെ അടുത്തും പോയിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എനിക്ക് മാത്രമുള്ള ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല, നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ വഴിയിൽ രോഗങ്ങളേ ഇല്ലാതെ ആരോഗ്യത്തോടെ സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കുന്നത്. ഒരു രോഗത്തെയും പേടിയില്ല. ഇപ്പോൾ കൊറോണ വന്നു. അല്ല, അപ്പോൾ നമ്മുടെ രോഗം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ക്ഷയിക്കാതെ അതിന് ഒരു മര്യാദയിലങ്ങ് പോയാൽ മതി. ബാക്കി ശരീരത്തിനുള്ളിലിരിക്കുന്ന അവയവങ്ങൾ നോക്കിക്കോളും. അപ്പോൾ നമുക്ക് 2 ലോകങ്ങളുണ്ടല്ലോ. ഒന്ന് ഇൻറ്റേർണലായിട്ടുള്ള വേൾഡ്, പുറത്തുള്ള അവയവങ്ങളെ മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ. ഹൃദയം പ്രവർത്തിക്കുന്നത് നമ്മളോട് ചോദിച്ചിട്ടല്ല. ഒരു കൺട്രോളും നമുക്ക് അതിൻ്റെ പുറത്തില്ല. വേണമെങ്കിൽ ഹൃദയഭേദകമായ വാർത്ത കേട്ടും ഹൃദയഭേദകമായ കാഴ്ച കണ്ടും അതിനെ ശല്യപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ കരളിനെ മോശമാക്കാത്ത ഭക്ഷണ രീതിയാണെങ്കിൽ, വയറിന് സഹായകമാകുന്ന, വയറിൻ്റെ ദഹനശക്തിക്ക് താഴെയുള്ള ഭക്ഷണം കഴിച്ച ഒരാൾ പോകുന്നതെങ്കിൽ എങ്ങനെ കുഴപ്പമുണ്ടാകാനാണ്? കാരണം സ്വയം കേടു തീർക്കുകയും സ്വയം പുതുക്കുകയും ചെയ്യുന്നൊരു സംവിധാനമാണിത്. കരളിന് കുഴപ്പമുണ്ടാക്കുന്നത് ഒന്ന് മദ്യം, ചായ, കാപ്പി, കോളകൾ, വറുത്തത്, മൊരിച്ചത്, മദ്യം, മയക്കുമരുന്ന്, അത് തുടങ്ങിയിട്ട് പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം പോലും കരളിനും വയറിനും കേടാണ്. അതായത് നമ്മൾ പാചകം ചെയ്ത് അപ്പം കഴിച്ചോണം, 2 മണിക്കൂറിനുള്ളിൽ കഴിച്ചോളണം. അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം 2 മണിക്കൂർ കൊണ്ട് തണുക്കുന്നതോടെ ബാക്ടീരിയകൾ ഭയങ്കരമായിട്ട് ഇതിൽ പെരുകും, അമിതമായിട്ട് പെരുകും. ഓരോ 20 മിനിറ്റിലും ബാക്ടീരിയകൾ
മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനായിട്ട് ഇങ്ങനെ പെരുകി നമ്മുടെ വയറിന് കൈകാര്യം ചെയ്യാൻ അറിയാം. ബാക്ടീരിയ കയറിയാലും വൈറസ് കയറിയാലും. ബാക്ടീരിയയും വൈറസും കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണ്? അല്ല 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 അത് പ്രപഞ്ചത്തിൽ മുഴുവനുള്ളതാണ്. പക്ഷേ അത് ഇരിക്കേണ്ടടത്ത് ഇരിക്കണം. മനസ്സിലായി. ഇപ്പോൾ വയറ്റിലേക്ക് ഭക്ഷണം ചെല്ലുമ്പോൾ അതിൽ ബാക്ടീരിയ ഉണ്ടാകും. പക്ഷേ ഹൈഡ്രോക്ലോറിക് ആസിഡ് തുടങ്ങിയിട്ട് ദഹനരസങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ അറിയാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വൈറൽ ലോഡ്, ബാക്ടീരിയൽ ലോഡ് ഉണ്ടെങ്കിൽ അതിൽ കുറേ ചെറുകുടലിലേക്ക് കയറും. അവിടെ സ്റ്റെറിലൈസ്ഡ് ഏരിയ ആയിരിക്കണം. അപ്പോൾ ഇരിക്കേണ്ടിടത്ത് അതിനെ ഇരുത്താൻ കഴിയുന്ന രീതിയിൽ, ഇപ്പോൾ മിതമായ ആഹാരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതുപോലുള്ള പ്രയാസങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു. അതുപോലെ ഫ്രഷായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സാധ്യത തീരെ കുറഞ്ഞു. എന്ത് ഭക്ഷണമാണെങ്കിലും കഴിക്കുന്ന 2 മണിക്കൂറിനും കഴിക്കണം. കുക്ക് ചെയ്തോ വേവിച്ചോ 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. ഈ ഫ്രിഡ്ജ് വെച്ച് ചൂടായി കഴിച്ചാലോ? ഹോം മോർച്ചറിയിൽ നമുക്ക് ഈ ആഹാരശവങ്ങൾ കയറ്റി വയ്ക്കാം. പക്ഷേ എത്ര ദിവസം വെക്കാൻ പറ്റും? ഹോം മോർച്ചറി സാധനം ശവപ്പെട്ടിയാണ്. എന്ന് ഈ സാധനം നമ്മുടെ വീട്ടിൽ കയറിയോ അതോടെ മനുഷ്യർക്ക് മൊത്തം കഫക്കെട്ടും ദഹന പ്രശ്നങ്ങൾ, അസിഡിറ്റി, ഇങ്ങനെ ഈ ചൂടാക്കുക, ഇറക്കുക, കഴിക്കുക, ചൂടാക്കുക, വീണ്ടും വെക്കുക. ഒരാഹാരം 2ാം പ്രാവശ്യം ചൂടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ചോറ് പോലുള്ള സാധനങ്ങൾ. അത് വിഷമയ അവിടെ പ്രത്യേകിച്ച് വെച്ചാൽ ആളുകളുടെ വിചാരം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കേട് തീർന്നു, ബാക്ടീരിയകൾ ചത്തുപോകും. പക്ഷേ അവ ഉൽപ്പാദിപ്പിച്ച ടോക്സിൻസ്, അതിൻ്റെ അവശിഷ്ടങ്ങളെന്നല്ല, അതിൻ്റെ മലമൂത്ര എന്ന് പറയാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ അതിൽ തന്നെ ഉണ്ട്. അത് ചൂടാക്കിയാൽ പോവില്ല. അതുകൊണ്ടാണ് ഈ ഷവർമ്മ കഴിച്ച ആളുകൾ ശവമാകുന്നു കേരളത്തിൽ. കുഴിമാന്തി കഴിച്ച് കുഴിയിൽ പോകുന്നു. മരണൈസ് കൂട്ടിയാണ് കഴിക്കണത്. എന്നുണ്ടാക്കിയതാണ്? കേരളത്തിലെ ഒരു ഹോട്ടലിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ തത്വം പാലിക്കുന്നുണ്ടോ? ഇല്ല. വീട്ടിലില്ലല്ലോ. രാവിലെ ഒരു ഹോട്ടലിൽ, വീട്ടിൽ പോലും ഇല്ല, ഒരു ഹോട്ടലിലെ ഭക്ഷണം രാവിലെ പകുതി പുഴുങ്ങി വയ്ക്കും, ചോറ് പകുതി വേവിച്ച് വയ്ക്കും, ഇറച്ചിയും മീനും മുട്ടയും പാലും എല്ലാം രാവിലെ തന്നെ ശരിയാക്കി വെച്ച് നമ്മൾ ചെന്ന് വൈകിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ അവൻ ഈ ചോറിൽ നിന്ന് കുറച്ചെടുക്കും. കോഴിൻ്റെ പകുതി വെന്ത് ശവമായിരിക്കുന്ന ഒരു ജീവി മരിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂറേ സെൽ ലൈഫുള്ളൂ. 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് ചീഞ്ഞ് ശവം തന്നെയാകും. അപ്പോൾ ഈ ആഹാര ശവങ്ങളെടുത്ത് കൂട്ടി വീണ്ടും ചൂടാക്കി കുറേ മസാലയൊക്കെ ചേർത്ത് തരുന്ന ഒരു ഭക്ഷണമാണ് ഹോട്ടലുകളിലുള്ളത്. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ ഹോട്ടലിൽ കയറാൻ നിർബന്ധിതനായാൽ വെയിറ്റോട് ചോദിക്കും, ഫ്രഷായിട്ട് എന്തുണ്ട്? ഇവിടെ എല്ലാം ഫ്രഷാണ് സാർ. എടോ, ഞാൻ 2 ഹോട്ടൽ നടത്തുന്ന ആളാണ്. നിങ്ങളുടെ ഫ്രഷ് എന്താണെന്ന് എനിക്കറിയാം. കാലത്തെ പുഴുങ്ങി വെച്ചത് ചൂടാക്കി 2 കൂടെ ചേർത്ത് ചൂടാക്കിയല്ലേ? അത് പറ്റില്ല. ഗ്രേവി സഹിതം ഫ്രഷായിട്ട് എനിക്ക് എന്ത് തരാൻ പറ്റും? ബുദ്ധിമുട്ടാണ് സാർ. നിങ്ങൾ തൻ്റെ ഷെഫിനോട് വന്ന് ചോദിക്കും. ഷെഫ് തിരക്കിലാണ് സാർ. പറ്റില്ല സാർ. എത്ര സ്ഥലത്തു നിന്നാണ് ഇറങ്ങി പോന്നിരിക്കുന്നത്. ചില സ്ഥലത്ത് പറയും ടൊമാറ്റോ ഫ്രൈ തരാമെന്ന് പറയും. മതി, നിങ്ങളുടെ സോസൊന്നും ചേർക്കരുത്. സൂപ്പ് നിങ്ങൾ ഉപ്പിടണ്ട. ഉപ്പിടാതെ തരണമെന്ന് പറഞ്ഞാൽ ഇപ്പം കുഴങ്ങിപ്പോകും. കാരണം ഗ്രേവി മുഴുവനും ഉപ്പിട്ട് ദിവസങ്ങളോളം വെക്കുന്ന സാധനമാണ്. ഇതെല്ലാം വയറ് നശിപ്പിക്കും, അസിഡിറ്റി കൂട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രോഗങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഗ്രൗണ്ട്. അതുപോലെയാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രമേഹം. അല്ല, ഇപ്പം ഞാൻ അതിലേക്ക് വരട്ടെ. അപ്പോൾ ഈ കരളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. കരൾ മോശം. ഹൃദയവും നമ്മുടെ കൺട്രോളിലല്ലല്ലോ. ഹൃദയത്തെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഹൃദയം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനോടൊരു മര്യാദ. കൊളസ്ട്രോള് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൊളസ്ട്രോളാണ്. ഇത് നമ്മളോട് ആരും പറയണില്ല. വെയിൽ കൊണ്ടാൽ മതി. വെയിൽ കൊള്ളുമ്പോൾ ഈ വെയിലെന്ന് പറയുന്നത് 1500 ലക്ഷം കിലോമീറ്റർ അകലെ നിന്ന് പാഞ്ഞു വന്ന് കയറുന്ന ഒരു സാധനമാണ്. 8 മിനിറ്റ് 13 സെക്കൻഡ് കൊണ്ടാണ് 1500 ലക്ഷം കിലോമീറ്റർ ഓടി വരുന്നത്. അത് നിസ്സാരക്കാരനാവുമോ? എനർജി പാക്കറ്റ്സ് ആയിട്ടാണ് വെള്ളം തുള്ളിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞ പോലെ തുള്ളി എനർജി പാക്കറ്റുകളായിട്ടാണ് ഈ വെയിൽ വരുന്നത്. അത് വന്ന് കൊണ്ടു കഴിഞ്ഞ് കുറേ ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ എനർജി ഉണ്ടാക്കുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ശരീരം. നമ്മളെ ഹൃദയം മിടിക്കുന്നത് ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുമ്പോഴാണ്. ECG എടുത്ത് നോക്കുകയാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. ബ്രെയിനിൻ്റെ ഇലക്ട്രിക് ഫങ്ഷനിൽ EEG എടുത്ത് നോക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വോൾട്ടേജ് 0.07 മില്ലി വോൾട്ടേജാണ്. അങ്ങനെ മൊത്തം ശരീരത്തിൻ്റെ ഈ വോൾട്ടേജിന് മുമ്പിൽ ഒരു ബാക്ടീരിയയ്ക്കും രോഗം ഉണ്ടാക്കാനുള്ള സ്ഥാനത്തേക്ക് മാറിയിരിക്കാനോ ആ പണിയെടുക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ശരീരം ചാണകക്കുഴി പോലെ
ശരീരനാകെ ചീഞ്ഞ ഒരവസ്ഥയിലേക്ക് രക്തമജ്ജ മാംസാദികൾ എത്തിയാൽ അതിനെ രക്ഷിക്കാൻ പറ്റില്ല. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടും. കാര്യം പറഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത്? കൊളസ്ട്രോൾ ഉള്ളവർ വെയിൽ കൊള്ളണം. ഒന്ന്, കൊളസ്ട്രോളിൽ 20% മാത്രമാണ് ആഹാരത്തിൽ നിന്ന് കയറുന്നത്. ബാക്കി കരളിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നൊരു സാധനമാണ്. അപ്പോൾ ആ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നമ്മൾ സ്റ്റാറ്റിൻ മരുന്നുകളാണ് കഴിക്കുക. ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ റാബ്ഡോമൈലോസിസ് എന്ന് പറഞ്ഞിട്ട് തലച്ചോറിൻ്റെ തകരാറ്, കിഡ്നിയുടെ തകരാറ്, കരളിൻ്റെ തകരാറ്, മാംസപേശി ക്ഷയം, ഈ 4 കൂടിയുള്ള പുതിയ രോഗം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഏറ്റവും കൂടുതൽ ശരീരത്തെ മോശമാക്കുന്നതും കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച ആളോട് പറയുന്നത് കൊളസ്ട്രോളാണ്. കൊളസ്ട്രോളിൻ്റെ മരുന്ന്. പക്ഷേ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പ്രഷറും അങ്ങനെ എല്ലാം കൂടെ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കൂടുതൽ ദോഷങ്ങളെ ഓരോന്നും ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും നമുക്ക് പിന്നീടുണ്ടാകും. അതിപ്പോൾ കാൽഷ്യം ചാനൽ ബ്ലോക്കേജ് ആയാലും സ്റ്റാറ്റിൻ മരുന്നുകൾ തുടങ്ങിയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതേസമയം നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരറ്റം എത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തുടക്കത്തിൽ തന്നെ നമ്മൾ കാരണം മനസ്സിലാക്കി ആഹാരത്തിലൊരു ചിട്ട വരുത്തിയാൽ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വീഴേണ്ട കാര്യമില്ല. പിന്നെ കൊളസ്ട്രോള് എന്താണ് 100 താഴെ നിൽക്കണം, 150 നിൽക്കണം, 200 നിൽക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. ഓരോ ശരീരത്തിനും അതിൻ്റേതായ നോർമൽ ഉണ്ടാകും. അപ്പോൾ അല്പം കൂടി നിൽക്കുന്നു, കുറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേവലാതി പിടിക്കാതെ ഇൻപുട്ട് ശരിയാക്കുക. ഇൻപുട്ട് നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആ ഉള്ളിലിരിക്കുന്നവർ ശരിയാക്കും. അല്ല, ഞാൻ വീണ്ടും ചോദിക്കുന്ന, കൊളസ്ട്രോൾ ഉള്ള ഒരാൾ അയാൾ എന്ത് ചെയ്യണം? അയാൾ ചെയ്യേണ്ടത്, എനിക്കിപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് 250 കൊളസ്ട്രോൾ ഉണ്ട്. അതിൽ തന്നെ ഈ മോശം കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്. LDL എന്ന് പറയുന്നത് കൂടുതലാണ്. ഹൈ റിസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മരുന്നും കഴിക്കില്ല, എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അപകടം ഉണ്ടാക്കുന്നത് നമ്മളുടെ വട, ട്രാൻസ്ഫാറ്റാണ്. ഒരേ എണ്ണയിൽ അറബി ഒരു സാധനം എണ്ണയിൽ വറുത്ത് മുരിച്ച് കഴിക്കുന്നില്ല. സായിപ്പിന് അങ്ങനെയില്ല. ചൈനക്കാരനും കുറച്ചുണ്ടെങ്കിൽ ചെറുകടി പാടില്ല. എണ്ണയിൽ വറുത്ത് മുരിച്ചൊരു സാധനം തുടരുതെന്നുള്ളതാണ്. മീനാണേലും എന്താണേലും ആഹാര സാധനം ഞങ്ങളതിനെ ഗോസ്റ്റ് ഫുഡ് എന്നാണ് പറയുക. ഇപ്പോൾ ഒരു തക്കാളി അതെടുത്ത് നമ്മൾ പറമ്പിലിട്ടാൽ മുളച്ചു വരും. അതിനുള്ളിൽ ജീവൻ ഇരിപ്പുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിൽ കിടന്ന് മുളക്കില്ല. പക്ഷേ അതിൻ്റെ ആ ജീവൻ എവിടെ പോകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ജീവൻ്റെ തേജസ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ജീവന് കരുത്തായിട്ട് മാറുന്ന ഒരു വ്യവഹാര ഭാഷയിൽ നമ്മൾ പറയുന്നതാണ്. അതേപോലെ അത് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കില്ല. അതിൻ്റെ ജീവൻ പോയി, പക്ഷെ പോഷകമുണ്ട്, പോഷകം കിട്ടും. അത് എണ്ണയിൽ വറുത്ത് മൊരിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നവൻ്റെ ജീവൻ തേജസ്, അവൻ്റെ അങ്ങോട്ട് വലിച്ചൂറ്റി കളയുന്നതാണ്. പഞ്ചസാര പോലെ, മദ്യം പോലെ, വറുത്തതും മൊരിച്ചതുമൊക്കെ നമ്മളെ ക്ഷീണിപ്പിക്കുന്നതാണ്. അസ്ഥിക്ക് പോലും ബലക്ഷയം ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഒന്നും വറുത്തതും പൊരിച്ചതും പാടില്ല. ഏറ്റവും നല്ലത്. പക്ഷേ ഇങ്ങനെ ഘട്ടത്തിലെത്തിയ ഒരാൾ വറുത്തതും പൊരിച്ചതൊക്കെ കഴിച്ച് അതിൻ്റെ തകരാറ് അനുഭവിക്കുന്ന ഒരാൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പഞ്ചസാര, മൈദ, വനസ്പതി, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഈ 2 എണ്ണകളല്ലാത്ത ഒരെണ്ണയും മനുഷ്യന് ഉപയോഗിക്കാൻ പാടില്ല. ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ ഏറ്റവും നല്ലത്. പിന്നെ വെളിച്ചെണ്ണ അത് വളരെ ശുദ്ധമാണെന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണയുടെ കാര്യം കഷ്ടമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇരുമ്പെണ്ണയാണ് ഏറ്റവും നല്ലത്. സമയമുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്താ ഇരുമ്പെണ്ണ എന്ന് പറഞ്ഞാൽ? നമ്മൾ തേങ്ങാപ്പാൽ പതുക്കെ ചൂടാക്കിയിട്ട് എടുക്കുന്ന പഴയ കാലത്തെ, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് തേങ്ങാപ്പാൽ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക, തേങ്ങ ഉപയോഗിക്കുക എണ്ണയ്ക്ക് പകരം. കാരണം തേങ്ങയിൽ വെളിച്ചെണ്ണയുണ്ട്, വെളിച്ചെണ്ണയിൽ തേങ്ങ ഇല്ല. ആ ഒരു വ്യത്യാസം ചെറിയൊരു വ്യത്യാസമല്ല. ഈ 2 എണ്ണകളല്ലാതെ മറ്റെണ്ണകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. പ്രത്യേകിച്ച് ഈ പാം ഓയിലൊക്കെ ഇങ്ങനെ വ്യാപകമായതോടെയാണ് ആളുകൾക്ക് മുഴുവൻ ഈ ബ്ലോക്കും കൊളസ്ട്രോള് പ്രശ്നങ്ങളെല്ലാം വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, പഴങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം പഴങ്ങളാക്കുക. അത് കൊളസ്ട്രോളിന് മാത്രമല്ല, ഏത് രോഗമുള്ളവരും രോഗമില്ലാത്തവർ രോഗം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പഴങ്ങൾ കഴിച്ചാലും മധുരം കൂടിയിട്ട് ഷുഗർ വരത്തില്ലേ? ഒരിക്കലുമില്ല. ഇപ്പോൾ MA ബേബി, ഡോക്ടർ VS വിജയൻ, തുഷാർ ഗാന്ധി, ഇവരൊക്കെ നേച്ചർ ലൈഫിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ച് പ്രമേഹം മാറ്റിയെടുത്തവരാണ്. അതിൽ ഡോക്ടർ VS വിജയന് 555 പ്രമേഹം, ഭാര്യ ലളിത വിജയനും ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്ന് പറഞ്ഞാൽ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നേച്ചർ ലൈഫിലെത്തി പപ്പായയും പഴമാങ്ങയും ഈന്തപ്പഴവും വയറു നിറയെ കഴിച്ച് എൻ്റെ പ്രമേഹം മാറി, ലളിതയുടെയും മാറി,
MSc പഠിക്കുന്ന കാലത്തെ ഒരു ബ്രെയിൻ ഫാക്കൽറ്റിയാണ് ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം എഴുതിയത്. 10-20 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, പ്രമേഹത്തിന് പിന്നെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നില്ല. MA ബേബിയും 15 കൊല്ലം ഗ്ലൈസിഫേജ് കഴിച്ചത് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അനുഭവങ്ങൾ പറയുന്നത്. പ്രമേഹം ഈ 15 കൊല്ലം കഴിച്ച മരുന്നുകളൊക്കെ നിർത്തി അദ്ദേഹത്തിൻ്റെ പ്രമേഹം നോർമലായി. എത്രയോ പേരെ അദ്ദേഹം നേച്ചർ ലൈഫിലേക്ക് പിന്നെ പറഞ്ഞു വെക്കുന്നത്. തുഷാർ ഗാന്ധി 40 കൊല്ലം മരുന്ന് കഴിച്ചതാണ്. അല്ല, അപ്പോൾ പറഞ്ഞ ഫ്രൂട്ട്സ് ബാധകമല്ല. ഫ്രൂട്ട്സിലെ മധുരത്തെ നമ്മൾ പഞ്ചസാര പോലെ, സാക്കറിൻ പോലെ ആർട്ടിഫിഷ്യൽ മധുരമായിട്ട് കാണുന്നത് തെറ്റാണ്. അത് ശരീരത്തിന് പ്രമേഹ രോഗികൾക്കും കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം, പക്ഷെ അന്നേരം കൂടും. അതുകൊണ്ട് വളരെ കൂടി നിൽക്കുന്ന പ്രമേഹ രോഗികൾ കഴിക്കണമെന്ന് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ. ഇപ്പം നേച്ചർ ലൈഫിൽ വന്നിട്ടാണെങ്കിൽ നമ്മൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ രോഗിയുടെ ഒരു ഇഷ്ടവും കൂടെ നോക്കിയിട്ട്, നമ്മളിങ്ങനെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ടതല്ലല്ലോ. അപ്പോൾ അതൊക്കെ സ്റ്റെപ്പായിട്ട് ദിവസവും ഷുഗർ നോക്കി അതിനനുസരിച്ച് പ്രമേഹമില്ല, എനിക്ക് പ്രമേഹമില്ല, ഞാൻ എല്ലാ ദിവസവും ഒരു നേരം ഒരു ഡബ്ബ ഇത് കഴിക്കാൻ വെക്കുക, ഫ്രൂട്ട്സ് കഴിക്കാൻ വെച്ചാൽ ഒരു കുഴപ്പമില്ലെന്നാണ്, പ്രമേഹം വരത്തില്ല. ഒരിക്കലും പ്രമേഹം അതിൽ നിന്ന് വരില്ല എന്ന് ഏകപരം വിശ്വസിച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങാൻ പോവാം. ധൈര്യമായിട്ട് കഴിക്കണം. ധൈര്യമായിട്ട് കഴിച്ച് നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ഇരിക്കാം. ധൈര്യമായിട്ട് പഴങ്ങൾ കഴിക്കണം. പഴങ്ങൾ കഴിക്കുമ്പോൾ 2 തരത്തിലാണ് മോഡേൺ മെഡിക്കൽ സയൻസ് കാണുന്നത്. ഇമ്മീഡിയറ്റ് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവാം പഴങ്ങൾ വളരെ മധുരമായതുകൊണ്ട്. അതുകൊണ്ട് അവർ പറയും നട്ട്സ് കൂടെ കൂട്ടിച്ചേർത്ത് കഴിക്കാൻ പറയും. ഇത്രേ ഉള്ളൂ. അതേപോലെ പ്രകൃതി ചികിത്സ ഞങ്ങൾ പറയുന്നത് അതുപോലും പേടിക്കേണ്ട ആവശ്യമില്ല. പഴങ്ങളെ മാനേജ് ചെയ്യാൻ ശരീരത്തിനറിയാം. പാൻക്രിയാസിന് അതൊരു ദുരിതമല്ല, പാൻക്രിയാസിനെ തകർക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ മധുരം എന്ന് പറഞ്ഞ് പഞ്ചസാര കഴിക്കുമ്പോൾ പഞ്ചസാര ദഹിക്കണമെങ്കിൽ കാൽഷ്യം പല്ലിൽ നിന്ന് എല്ലിൽ നിന്ന് എടുക്കണം. ഫോസ്ഫറസ്, ബി കോംപ്ലക്സ് എല്ലാം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. പക്ഷേ പഴങ്ങൾ കഴിക്കുമ്പോൾ നമുക്കത് കിട്ടുകയാണ് ചെയ്യുക കൂടുതലായിട്ട്. പ്രത്യേകിച്ച് പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയിട്ട് ശരീരത്തിന് ആവശ്യമുള്ള ഒരു വലിയ ഉത്സവമാണ് ശരീരത്തിന് ഫ്രൂട്ട്സ് മാത്രം. അപ്പം ജേക്കബ് പറയുന്നത് ഈ പ്രമേഹ രോഗികൾക്ക്, നല്ല പ്രമേഹ രോഗികൾക്ക് പോലും കൃത്യമായ ഒരു ജീവിതക്രമത്തിലൂടെ ഇത് ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും. മരുന്ന് വേണ്ട. നമുക്ക് മുദ്ര പേപ്പറിൽ എഴുതി ഒരു കൊട്ടേഷൻ പോലെ എടുത്ത് പ്രമേഹ രോഗികളെ ചികിത്സിക്കാൻ പറ്റും. കാല് പഴുത്ത് പ്രമേഹ രോഗികളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അങ്ങനെയാണല്ലോ വരുന്നത്. എത്രയോ പേരെയാണ് നമ്മൾ മുറിവുണക്കിയിട്ടുള്ളത്, മുറിക്കണമെന്ന് പറഞ്ഞ കാലുകളുമായിട്ട്. ഇപ്പോൾ ചേർത്തലയിൽ ഒരു അശ്വതി പമ്പില്ലേ, ആ പമ്പിൻ്റെ ഓണർ ആ തങ്കം 94-ാമത്തെ വയസ്സിൽ നമ്മുടെ ചികിത്സ നമുക്ക് കൂടിയായിട്ട് കുഞ്ചാക്കോയുടെ ഒക്കെ ഫാമിലിയാണ്. ഫാമിലിയാണ്. അവർ മരിച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി കാണുകയും കുറച്ച് നാളായിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ അവരുടെ ശവഘോഷയാത്രയുടെ കൂടെ അടുത്തുള്ള പള്ളിയിലേക്ക് വരുന്ന വഴി അതിനെ പുറകിൽ നിന്നൊരു സ്ത്രീ വിളിച്ചു. ഇവരുടെ ഈ കുടുംബമായിട്ട് നല്ല പരിചയമുള്ള എൻ്റെ അപ്പച്ചൻ 25 കൊല്ലം മുമ്പ് സാറിൻ്റെ ആലുവയിലുള്ള ഹോസ്പിറ്റലിൽ വന്ന് ചേർത്തലയിലെ വലിയ ആശുപത്രിയിൽ നിന്ന് കാല് മുറിക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഈ കഴിഞ്ഞ 4 കൊല്ലം വരെ അപ്പച്ചൻ ആ കാലും കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നടന്നു. ഇതുപോലെയുള്ള അനുഭവങ്ങൾ, അങ്ങനെയുള്ള എല്ലാം വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലൊരു ശതമാനം ആ ഒരു ഘട്ടത്തിൽ പോലും ഈ മുറിവ് കരിയുന്നതിനോടൊപ്പം തന്നെ പ്രമേഹവും മാറി പ്രമേഹം ഇല്ലാത്ത മനുഷ്യരായിട്ടാണ് അവർ പിന്നെ ജീവിക്കുന്നത്. ഈ പ്രമേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാരമ്പര്യം ഒഴിച്ചാൽ പാരമ്പര്യം ഞങ്ങളധികം കാണുന്നില്ല. ഒന്ന്, പാരമ്പര്യമില്ല. ആദിവാസികൾക്ക് എന്താ പാരമ്പര്യമില്ലേ? ഞങ്ങൾക്ക് എന്താ പാരമ്പര്യമില്ലേ? അല്ല, പാരമ്പര്യം എന്ന് പറയുന്ന സാധനം ഇല്ലേ? പാരമ്പര്യം പ്രമേഹ രോഗത്തിൽ ഞങ്ങൾ കാണുന്നില്ല. ഇല്ല. പക്ഷേ ഇവർ പറയുന്നത് അങ്ങനല്ല. എല്ലാം പാരമ്പര്യമെന്ന് അവർ കൈ കഴുകുകയാണ്. എന്താ മാറാത്തത്? അത് പ്രമേഹം മാറാത്ത രോഗമാണ്. എന്താ മാറാത്തത്? അത് പാരമ്പര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പ്രമേഹം വരുന്നില്ല? അപ്പോൾ പ്രകൃതിയിലേക്ക് വന്ന രോഗങ്ങളില്ലാതെ വന്നവരുണ്ട്, രോഗം കൊണ്ട് വന്നവരുണ്ട്, പ്രമേഹം കൊണ്ട് വന്നവരുണ്ട്. അവർക്കെങ്ങനെയാണ് മാറുക? നമുക്കൊരു 100 പേര് പ്രമേഹമായിട്ട് വന്നാൽ കൂടി വന്ന ഒരു 3 പേര്, 4 പേര്, 5 പേര് പാൻക്രിയാസ് അത്രയും ഡെഡായിട്ടുണ്ടാവും. പാൻക്രിയാസിനെ ഡെഡാക്കുന്നത് പാരാസിറ്റമോൾ തുടങ്ങിയിട്ടുള്ള മരുന്നുകളാണ്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് എന്ന് പറഞ്ഞ് നോക്കിയാൽ അത് പ്രമേഹം ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് ഒരു 10-200 മരുന്നുകളുടെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ ആ മരുന്നുകളൊക്കെ ഏതോ കാലത്ത് കഴിച്ചതായിരിക്കും നമുക്ക് ഈ അടി പിന്നീട് തരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മാറാൻ പാടില്ല, പ്രമേഹം ആയിട്ട് വരുന്ന ആളുകൾക്ക് മാറാൻ പാടില്ല. ഇതൊക്കെ ജീവിതശൈലി രോഗമാണെന്ന് ഇപ്പോൾ അവർ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജീവിതശൈലി നേരെ ആയാൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഇതുപോലെ മലയാളിയെപ്പോലെ 6 നേരവും ചോറ് തിന്നുന്നൊരു വർഗം ഭൂമിയിലില്ല. ഇല്ല. അപ്പോൾ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, 6 നേരമൊന്നും നമ്മൾ തിന്നില്ല മോനെ, നമ്മൾ 2 നേരം തിന്നുള്ളൂ. ഉച്ചയ്ക്കും ചോറ് തിന്നും,
വൈകിട്ടും തിന്നും. അത് മിക്കവാറും മിക്ക വീടുകളിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. അപ്പോൾ രാവിലെ എന്താ ഉമ്മ തിന്നണേ? രാവിലെ പത്തിരിയും ചോറില്ലേ. 11 മണിക്ക് അവർ കഴിക്കുന്ന വടയും ചോറ് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഓർക്കാതെയാണ് നമ്മൾ ചോറ് 2 നേരം തിന്നുന്നുള്ളൂ. പുട്ടും അപ്പവും ദോശയൊന്നും ചോറല്ല എന്നുള്ളൊരു ധാരണ കയറിയിരിക്കുക. അരിയാഹാരം അല്ലേ? അരിയാഹാരം. അപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾ ഒരു നേരം മില്ലറ്റ്സ് ആക്ക്. ഒരു നേരം മില്ലറ്റ്സ് അത്രമാത്രം ലഭ്യമാണ്. അപ്പോൾ നല്ലൊരു അതിൽ മോഡിയുടെ ഒരു ശ്രമം അവരുടെ നടത്തിയിട്ടുള്ള 2 കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. കുറേ കാര്യങ്ങളിൽ എനിക്ക് വളരെ ശക്തമായ വിയോജിപ്പുണ്ട്. ഒന്ന് മില്ലറ്റ്സിന് കൊടുത്ത പ്രാധാന്യം, യോഗയ്ക്ക് കൊടുത്ത പ്രാധാന്യം വലിയൊരു മാറ്റമാണ് ലോകത്തിൻ്റെ ആരോഗ്യത്തിന്. അതാണ് മോദിയുടെ പ്രസ്താവന കൊണ്ട് അത്രയും സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. യോഗയുടെ കാര്യത്തിലും മില്ലറ്റ്സിൻ്റെ കാര്യത്തിലും അതിന് ധാരാളം ഫണ്ടുകളും ഒക്കെ അവർ കൊടുക്കുകയും പ്രചരിപ്പിക്കാനുള്ള മില്ലറ്റ്സ് എന്ന് പറയുന്ന സാധനം ചെറുധാന്യങ്ങൾ. നമ്മുടെ ഈ വരക്, കുതിരവാലി, റാഗി മുതലൊരു ഇതൊക്കെ എവിടെ കിട്ടും? വ്യാപകമായിട്ട് ഇപ്പോൾ കേരളത്തിൽ മില്ലറ്റ്സ് വിൽക്കുന്ന കടകൾ തന്നെയുണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന? തിരുവനന്തപുരത്ത്, തമിഴ്നാട്, ആന്ധ്ര അവർ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഗംഗാധരൻ പത്തായം മില്ലറ്റ്സ് ഹോട്ടൽ തന്നെ തുടങ്ങിയില്ലേ. കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ സിവിക്കിൻ്റെ അനിയൻ്റെ അത് എവിടെയാണ്? നമ്മൾ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോയി പ്രസിൻ്റെ അവിടെ നിന്ന് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഹൗസിംഗ് ബോർഡ് ബിൽഡിങ് റൈറ്റ് സൈഡിൽ. അത് മില്ലറ്റ്സിൻ്റെ ആണോ ഫുഡുള്ളൂ? മില്ലറ്റ്സിൻ്റെ ആണ് പ്രധാനമായിട്ട്. ഊണും എല്ലാം ഉണ്ട്. മില്ലറ്റ്സ് കൊണ്ട് തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ എല്ലാം ഉണ്ട്. അവിടെ പോയ ഹോട്ടലിന്റെ പേരെന്താ? പത്തായം. അവിടെ പോയി കഴിച്ചാൽ മതി. ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളവരെന്തായാലും അവിടെ പോയി പലപ്പോഴും പരീക്ഷ നടത്തി. പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഹൗസിംഗ് ബോർഡിന്റെ അവിടെ പത്തായം എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടെ പോയി പറയും ഉപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഉപ്പ് എല്ലാം ഉണ്ട്. ഉപ്പുണ്ട്. പക്ഷെ മിതമായിട്ട്. ഈ ആഹാരത്തിന്റെ രുചിക്ക് മീതെ ഉപ്പ് കയറാൻ പാടില്ല. അത്രേ ഉള്ളൂ. കണ്ണൂരിൽ അമൃതം എന്ന് പറഞ്ഞൊരു പ്രകൃതി ഹോട്ടലുണ്ട് കാൽടാക്സിനടുത്ത്. അതുകൂടാതെ AKG സെൻറ്ററിൻ്റെ അടുത്ത് അവിടെ ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ. അവിടെ ഇറങ്ങുന്നിടത്ത് ഈശ്വർ റസായി എന്ന് പറഞ്ഞിട്ട് സുന്ദരമായൊരു ജീവിതത്തിലെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അതൊരു ശ്രീധർ കുടുംബം, അയാളും ഭാര്യയും മകള്. അവിടെ ആളുകൾ മില്ലറ്റ്സിൻ്റെ ഭക്ഷണ സാധനങ്ങൾ അവർ തന്നെ വളർത്തുന്ന പശുവിൻ്റെ തൈരും മോരും ഒക്കെ ആയിട്ട്. അതുപോലെ വലിയൊരു കാര്യം നടക്കുന്നത് നമ്മുടെ കൊയിലാണ്ടി കോടതിയുടെ ഹോസ്പിറ്റലിൻ്റെ അതിലൂടെ ഉള്ളിലേക്ക് അല്പം കയറുമ്പോൾ ലെഫ്റ്റിലേക്ക് കയറുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു യോഗശാല, ഒരു സന്യാശ്രമമുണ്ട്. അതിൻ്റെ കൃഷ്ണകുമാറും ഭാര്യ ആശയും കൂടെ കഴിഞ്ഞ് 25 കൊല്ലമായി ഉച്ചഭക്ഷണം, താഴെ പായസവും ഏത് സമയത്ത് ചെന്നാലും കഞ്ഞിയും. അവർക്കിതൊരു തപസ്സാണ് മനുഷ്യരെ സേവിക്കാനുള്ളൊരു. 25 കൊല്ലമായിട്ട് ഏറ്റവും സുന്ദരമായ മീൽസ് അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ. സ്ത്രീകളുടെ ഇനിഷ്യേറ്റീവ് കൂടിയാണ്. എനിക്കും ഉണ്ട്. ഒന്ന് ഗാന്ധി ഭവൻ തൈക്കാട് തിരുവനന്തപുരത്ത് നമ്മുടെ മ്യൂസിക് കോളേജിന് മുന്നിൽ ഗാന്ധി ഭവൻ്റെ ഉള്ളിലായിട്ട് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഓടാനൊക്കെ പോകുന്ന ആളുകൾക്ക് രാവിലെ നമ്മൾ ABC ജ്യൂസ്, ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ് ചേർത്തിട്ട് ക്യാൻസറിനെതിരെ ഹാർട്ടിനുമൊക്കെ. പിന്നെ കുക്കുംബർ ജ്യൂസ്, കുമ്പളങ്ങ, ബനാന സ്റ്റം ജ്യൂസ്. അത് രാവിലെ തുടങ്ങിയാൽ രാത്രി 9 മണി വരെ നമ്മളവിടെ പലതരത്തിലുള്ള പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്ന വിഭവങ്ങൾ. രണ്ടാമതുള്ള കൊല്ലത്ത്, ഇപ്പോൾ ഗാന്ധി ഭവനുമായിട്ട് ഗാന്ധി സ്മാരകനിധിയുമായിട്ട് ചേർന്നിട്ടാണ് ഇവിടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് നമ്മളുമായിട്ട് ചേർന്ന്. അത് ആശ്രമം മൈതാനം, ബസ് സ്റ്റാൻഡിൻ്റെ പുറകിൽ ആശ്രമം മൈതാനത്തിൻ്റെ കിഴക്ക് വശത്ത് ആയുർവേദ കോംപ്ലക്സ് ഉണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പ്രകൃതി റെസ്റ്റോറൻറ്റ് ഊട്ടുപുര എന്നോട് പറയും. അത് VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉദ്ഘാടനം. അത് അവിടുത്തെ ജയമോഹൻ അവരുടെയൊക്കെ വലിയൊരു താല്പര്യമാണ്. പിന്നെ എറണാകുളത്ത് നമുക്ക് 25 കൊല്ലം നമ്മൾ അരുവി പ്രകൃതി ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പം ഇല്ല സർക്കാരില്ല. പക്ഷേ ഹൈക്കോടതിൻ്റെ അടുത്ത കോമ്പാറ ജംഗ്ഷനിൽ നമ്മുടെ സുഹൃത്ത് ചന്ദ്രനും കൂടി അവർ നന്നായിട്ട് തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളവിടെ വാശി പിടിച്ച് നടത്തേണ്ട ഒരു കാര്യമില്ല. പ്രമേഹം വരുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഭക്ഷണമാണ് അതിൻ്റെ പ്രധാന കാരണം. ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഇന്ന് നമ്മളെ രോഗികളാക്കുന്നത് നമ്മൾ ലക്കും ലഗാനും ഇല്ലാണ്ട് കഴിക്കുന്ന മരുന്നുകളാണ്. ഭക്ഷണത്തിന് തീർച്ചയായിട്ടും ഭക്ഷണത്തിന് സ്ഥാനമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഭീകരം നമ്മളെ രോഗികളാക്കുന്നത്, നമ്മുടെ അവയവങ്ങളെ പോയി തകർക്കുന്നത് മരുന്നുകളാണ്. കാരണം
മനുഷ്യ ശരീരം ബയോളജിക്കലാണ്. അതിന് ബയോളജിക്കലായിട്ടുള്ള സാധനങ്ങളെ പാടുള്ളൂ. ഒരു കെമിക്കലും എടുത്ത് തേക്കാൻ പാടില്ല. ഒരു കെമിക്കൽ ഒരു ചെടിയിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ ചെടി എടുത്ത് തേച്ചാൽ അത്രയും കുഴപ്പമില്ല. പക്ഷേ എല്ലാ ചെടിയും എടുത്ത് തേക്കാനും പാടില്ലല്ലോ. അപ്പോൾ ജൈവ സാധനങ്ങളിൽ പോലും ജാഗ്രത വേണ്ടിടത്താണ് നമ്മളിന്ന് ഈ കെമിക്കൽ നേരെ ഉള്ളിലേക്ക് ഇടുന്നത്. അത് തൽക്കാലം ചില വ്യത്യാസങ്ങൾ ശരീരത്തിൽ കാണിച്ചു പക്ഷേ തരും. മരുന്ന് കഴിക്കാതെ ഈ ലോകത്തിനുണ്ട്, ലോകം മുഴുവൻ മരുന്ന്. ഞാൻ പറഞ്ഞ ഇപ്പോഴും ഈ അമേരിക്കയും ബ്രിട്ടനും അടക്കം ലോകരാജ്യങ്ങളെല്ലാം മരുന്നാണല്ലോ കഴിക്കുന്നത്. പക്ഷെ ബ്രിട്ടനിലെ പോലെ ആയിരുന്നെങ്കിൽ പിന്നെയും സമാധാനമുണ്ട്. ഇവിടെ ഒരു അമേരിക്കൻ കമേഴ്ഷ്യൽ ഒരു മാർക്കറ്റിംഗ് ആണ്, എന്താണ് പറയുന്നത്, അഗ്രസീവ് മാർക്കറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ബ്രിട്ടനിൽ ഒരു ആൻറ്റിബയോട്ടിക് ഒരു ഡോക്ടറിന് കിട്ടുമോ? കിട്ടില്ല. പനി വന്നു എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നാൽ മതി എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ചികിത്സയാണോ അലോപ്പതി ചികിത്സ, അമേരിക്കയിലെ ചികിത്സയാണോ അതോ ബ്രിട്ടനിലെ ചികിത്സയാണോ അലോപ്പതി? ശാസ്ത്രീയ ചികിത്സ എവിടുത്തതാണ്? ബ്രിട്ടനിലെ ചികിത്സയിൽ പോലും ഒരു കൊല്ലം മരുന്ന് കൊണ്ട് മരിക്കുന്നത് 1-2 ലക്ഷം പേരാണ്. അമേരിക്കയിൽ ഡോക്ടർ ബാർബര സ്റ്റാർഫീൽഡിൻ്റെ പഠനം നടന്നിട്ടുണ്ട്. അലോപ്പതി ഡോക്ടർ തന്നെയാണ്. IMA പോലെ AMAയുടെ മുഖപത്രത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു കൊല്ലം അമേരിക്കയിൽ മരുന്ന് കൊണ്ട് രോഗികളാകുന്നത്, മരുന്ന് കഴിച്ച് ഗതികേടിലാകുന്ന 22 ലക്ഷം പേരാണ്. ഇന്ത്യയിൽ അങ്ങനെ കണക്കല്ലോ ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല. 2,20,000 പേരാണ് മരുന്ന് കാരണം അവിടെ മരിക്കുന്നത് അമേരിക്കയിൽ. ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് അനുസരിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന 10 പേരിൽ 4 പേർക്കും ഇന്ത്യയിൽ ചികിത്സാ പിഴവാണ് കിട്ടുന്നത്. 10 പേരിൽ 4 പേർക്ക്, സത്യത്തിൽ അതിലും കൂടുതലാണ്. ഇനി ഒരു കൊല്ലം ലോകത്ത് മരുന്ന് കാരണം മരിക്കുന്നത് 26 ലക്ഷം പേരാണ്. ചികിത്സാ പിഴവ് കൊണ്ട്, മൊത്തം മരുന്നല്ല, കെയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 26 ലക്ഷം പേരാണ്. എന്നുവെച്ചാൽ കോവിഡിൽ മരിച്ചതിൻ്റെ ഇരട്ടി ആളുകൾ ഒരു കൊല്ലം ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. 1340 ലക്ഷം പേർക്കാണ് ചികിത്സാ പിഴവ് കിട്ടുന്നത്. ചികിത്സാ പിഴവ് എന്ന് പറയുന്നത് ഈ രോഗം മരുന്ന് മാറുന്നതാവാം, ഡോസ് കൂടി പോകുന്നതാവാം, ഒരു ആക്സിഡൻറ്റിൽ ഒരു രോഗിയെ പൊക്കിയെടുക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാവാം, പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള. അഡ്മിറ്റ് ചെയ്യത്തില്ല, നമ്മളറിയില്ല. പക്ഷേ ബ്രിട്ടനിലും അമേരിക്കയിലൊക്കെ ചികിത്സാ പിഴവിന് യെല്ലോ പേജുകളുണ്ട്. ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് അൺഡിസൈറബിൾ ആയിട്ടുള്ളൊരു ലക്ഷണം വന്നാൽ അവരത് അറിയിച്ചിരിക്കണം, അവരുടെ കടമയാണ്. അപ്പോൾ അങ്ങനെ ഇത് മുഴുവൻ കിട്ടുന്നതെല്ലാം വെച്ചിട്ട് അവിടെ ഒരു സ്റ്റഡിയുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഇവാലുവേഷൻ ഇല്ലല്ലോ, ഒരു ഓഡിറ്റിങ്, ചികിത്സയുടെ ഓഡിറ്റിംഗ് ഇല്ല. മരുന്ന് എങ്ങനെയാണ് അപകടകാരിയായി മാറുന്നത്? മരുന്ന് അപകടമായിരുന്നു. ഓരോ മരുന്ന് രോഗത്തെയാണ്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗി ആശുപത്രി ചെല്ലുന്നു, ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു. പ്രമേഹം മാറാനുള്ള മരുന്നല്ല. പ്രമേഹം മാറണമെങ്കിൽ ഇയാളുടെ തകരാറ് പാൻക്രിയാസിൻ്റെ വീക്ക്നെസ്സാണ്. അതൊരു ബയോളജിക്കൽ പ്രോബ്ലമാണ്. അതിന് കൊടുക്കുന്ന മരുന്ന് ഷുഗർ കുറയാനുള്ള മരുന്നാണ്. ഷുഗർ കുറഞ്ഞ് കാണുന്നതോടെ രോഗിക്കും സന്തോഷം, ഡോക്ടർക്കും സന്തോഷം, മരുന്ന് കമ്പനിക്കും സന്തോഷം. ഇത് രോഗിയെ കൂടുതൽ ഗതികേടിലേക്കേ നയിക്കുകയുള്ളൂ. കാരണം പാൻക്രിയാസ് നേരെയായി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ കുറയുന്നിടത്ത് ഷുഗർ കുറയുന്നൊരു റിസർച്ച് അവിടെ ശാസ്ത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. ഷുഗർ കുറയ്ക്കാൻ എങ്ങനെയാണ് ഈ മരുന്നിന് സാധിക്കുക. പക്ഷെ അതുകൊണ്ട് രോഗിയല്ല രക്ഷപ്പെടുന്നത്. ഒരാളുടെ BP കൂടി നിൽക്കുന്നതിന് കാരണമുണ്ട്. അപ്പോൾ BP കൂടി നിൽക്കുന്നതിന് ബീറ്റ ബ്ലോക്കേഴ്സ് ഗുളിക തരും. ആ ഗുളിക കഴിക്കുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് ഒന്ന് കുറയുന്നത് കൊണ്ട് BP കുറഞ്ഞു വരും. ഇയാളൊരു നായ കടിക്കാൻ ഓടിച്ചിടുമ്പോഴോ പമ്പിങ് കൂട്ടി ഇയാൾ ഓടി രക്ഷപ്പെടണ്ടേ. അപ്പം ഇങ്ങനെയുള്ള ഗതികേടി കൊണ്ടുപോയിടുന്നതിനെയാണ് ഇന്ന് ശാസ്ത്രീയ ചികിത്സയെന്ന് വിളിക്കുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഇയാളുടെ ഹൃദയം കൂടുതലായിട്ട് പമ്പ് ചെയ്യുന്നത്? രക്തം കൂടുതൽ, ബ്ലഡ് പ്രഷർ അതാണോ? അതെ, നമ്മുടെ BP കൂടി. BP കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ധമനികൾ ചുരുങ്ങാം, രക്തക്കുഴലുകൾ ചുരുങ്ങാം. അതിനുള്ളിൽ പ്ലക്ക് പിടിക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ബാഹ്യസമ്മർദ്ദം മൂലം ചുരുങ്ങുന്നതായിരിക്കാം. എങ്ങനെയായാലും കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്യുന്നത് പോലെ ചാലയിലെ ചന്തത്തോട്ടിലെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രഷർ കൂട്ടേണ്ടി വരും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ കാരണം കണ്ടുപിടിച്ച് ആ കാരണം പരിഹരിക്കുന്നതിന് പകരം ഹാർട്ടിൻ്റെ പമ്പിങ് കുറച്ച് വെക്കുന്ന ബീറ്റ ബ്ലോക്കേഴ്സ് വരും, അല്ലെങ്കിൽ ഡയൂററ്റിക് മരുന്ന് വരും. മൂത്രം കൂടുതൽ പോകും, വെള്ളം അപ്പോൾ പ്ലക്കൊക്കെ കുറച്ച് പോകുന്നതുകൊണ്ട്. പക്ഷേ അതോടെ ഇയാളുടെ കാര്യം കൂടുതൽ കഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഏതാനും വർഷം കൊണ്ട് ഹാർട്ടിൻ്റെ പമ്പിങ് കുറച്ച് വെക്കുന്നതുകൊണ്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൽ തകരാറ് വരുന്നു. രക്തക്കുഴലുകൾ ശുദ്ധമാകാതെ പമ്പിങ് കുറച്ചപ്പോൾ അവിടെ ക്ലോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ടെൻഡൻസി പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ആസ്പിരിൻ പോലുള്ള ഗുളികയും കൂടെ കൊടുക്കുമല്ലോ, 40 കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കണമെന്നാണ് പറയണത്. അപ്പോൾ രക്തം നേർക്കും.
തലച്ചോറിലേക്ക് ചെല്ലേണ്ട രക്തം നേർത്ത് കഴിഞ്ഞാൽ ശരിയാവുമോ? ഏറ്റവും കൂടുതൽ പോഷകങ്ങളുള്ള ബ്ലഡ് വേണ്ടത് തലച്ചോറിനാണ്. പാല് വേണ്ടടുത്ത് പാലും വെള്ളം ആയാൽ എങ്ങനെ ശരിയാവുക? ഈ ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ രക്തം നേർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷഫലങ്ങൾ നിരവധി, അൾസർ തുടങ്ങിയിട്ടുള്ള ദോഷഫലങ്ങൾ പുറകെ വരും. അതേസമയം ഇത് നിങ്ങൾക്ക് കുറച്ച് കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചുകൊണ്ട്, കുക്കുംബർ ജ്യൂസ് കുടിച്ചുകൊണ്ട്, വാഴപ്പിണ്ടി ജ്യൂസ് കഴിച്ചുകൊണ്ട്, ABC ജ്യൂസ് കഴിച്ചുകൊണ്ട്, ചെറുനാരങ്ങ നീര് വെള്ളം ദിവസവും ഒരെണ്ണം വീതം കഴിച്ചുകൊണ്ടൊക്കെ സാവധാനം കുറച്ചെടുക്കാം. വറുത്ത് പൊരിച്ചത് നല്ലതാണോ? അപ്പോൾ നമ്മളൊരു പറയുമ്പോൾ ഞാനൊരു സൂത്രം പറയാം. 2 ചെറുനാരങ്ങയുടെ നീര് ഒറ്റ വലിക്ക് കുടിക്കുക. വെള്ളം ഒഴിക്കരുത്. വെള്ളവും ഇല്ല, ഉപ്പുമില്ല. നിങ്ങളുടെ ജലദോഷം കഫത്തിൻ്റെ പമ്പ കിടക്കും. ഒരു ഇഞ്ചക്ഷനേക്കാൾ കൂടുതൽ ഫലപ്രദമാണ്. വെള്ളം ഒഴിച്ച് കഴിച്ചാലോ? വെള്ളമൊഴിച്ച് സാധാരണ രീതിയിൽ കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കാം. ഇതാവുമ്പോൾ പഞ്ചസാര ഇടരുന്നുള്ളൂ. പഞ്ചസാരയോ ഒട്ടും പാടില്ല. ഉപ്പ് പോലും ഇടാതെ ചെറുനാരങ്ങ നേരെ 2 എണ്ണം പിഴിഞ്ഞ ജ്യൂസ് എടുത്ത് കുടിച്ചാൽ ഒരു ജലദോഷം മാറാനായിട്ട് 2-3 ദിവസം കഴിച്ചാൽ മതി. ജലദോഷം പമ്പ കിടക്കും. ഈ വാഴപ്പിണ്ടിയുടെ കാര്യം പറഞ്ഞില്ലേ? അത് പാളയംതോടനാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് പാളയം. ബാക്കി ആയാലും കുഴപ്പമില്ലേ? ആയാലും കുഴപ്പമൊന്നുമില്ല. ആണോ? ബാക്കി നല്ലതാണോ? നല്ലത് തന്നെയാണ്. രുചി കൂടുതൽ പാളയംകോടൻ്റെ അതാണ്, വാഴയ്ക്കാണ്. അത് വാഴപ്പിണ്ടി നീര് പോലെ നമ്മുടെ കിഡ്നി സ്റ്റോൺ പോകണോ? നിങ്ങൾ ഈ കല്ല് മുഴുവനും ആയതിന് ശേഷം നോക്കുന്നതിനേക്കാളും ഒരു പ്രയാസം. അല്ലെങ്കിൽ പോലും നമ്മളിന്ന് ഈ മൈദ പോലുള്ള പൊടികളല്ലേ കഴിക്കുന്നത്. തവിട് കളഞ്ഞ വാഴപ്പിണ്ടി കുടിച്ചാൽ എന്തൊക്കെ ഗുണം? അതുപോലുള്ള സ്റ്റോണുകൾ വരാനുള്ള സാധ്യത അത് മുഴുവൻ കളയും. കിഡ്നി ക്ലീനാക്കാൻ, കിഡ്നി പ്രൊട്ടക്ഷന്, ലിവർ പ്രൊട്ടക്ഷന്, ബ്ലഡ് ശുദ്ധിയാക്കാൻ, ഉദരശുദ്ധി വരാൻ, ആസിഡിറ്റി മാറി ആൽക്കലി ശരിയായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് വരാൻ ഇത്രയും നല്ലൊരു വാഴപ്പിണ്ടിക്കകത്ത് തേൻ ഒഴിച്ച് കുടിച്ചാൽ കുഴപ്പമുണ്ടോ? തേന് ഒരു ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വേറൊന്നും കൂട്ടാതിരിക്കുകയാണ് നല്ലത്. അതിൻ്റെ 2 എണ്ണം ചേർന്ന് കഴിയുമ്പോൾ അതിൽ ഇൻറ്ററാക്ഷൻ വരില്ലേ? ഇപ്പം ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾക്കും വരുന്നൊരു വലിയ അപകടമാണ്. പ്രമേഹത്തിൻ്റെയും പ്രഷറിൻ്റെയും മരുന്ന് കഴിക്കുന്ന ഒരാൾ പനിക്കുള്ള മരുന്ന് കൂടെ കഴിച്ചാൽ ഈ മരുന്നുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനിലെ അപകടം എന്താണെന്ന് അറിയില്ല. അതുപോലെ ഇതിൻ്റെ ഒരു മെഡിക്കൽ പ്രോപ്പർട്ടി വേണ്ട ഒരു ഗുണം വരണമെന്നില്ല. ഞാൻ വാഴപ്പിണ്ടി കുടിക്കാറുണ്ട്, പക്ഷേ ഞാൻ തേനോട് ഒഴിച്ചു. സാധാരണ ഒരു ആരോഗ്യത്തിന് വേണ്ടി കുടിക്കാൻ നേരത്ത് നമ്മൾ അല്പം തേൻ ഒഴിച്ചു അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വളരെ ഗുണമുള്ള ഒരു സാധനമാണ് വാഴപ്പിണ്ടി. മഗ്നീഷ്യം ഉണ്ട് അതിനുള്ളിൽ, പൊട്ടാസ്യം കൂടുതലുണ്ട്. ശരീരത്തിൽ ഏത് വാഴപ്പിണ്ടിയാലും കുഴപ്പമില്ല. ഞാൻ പാളയംതോടൻ മാത്രം മതി. കുഴപ്പമില്ല. ഏറ്റവും നല്ലത് പാളയംകോടനാന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശരീരത്തോട് യോജിച്ച് നിൽക്കുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നോ, അതോ ശരീരത്തിന് പിന്നീട് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കാനിടയുള്ള എളുപ്പത്തിലുള്ള പരിഹാരങ്ങളുടെ പുറകെ പോകുമോ? അവിടെ മാർക്കറ്റ് നിങ്ങളോടൊപ്പം ഉണ്ട്. ലോകത്തെ നമ്പർ 1 വ്യവസായമായിട്ടുള്ള മാർക്കറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഈ സെറ്റപ്പ് മുഴുവൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ മരുന്ന് കഴിച്ച് മാറ്റിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഗുളിക ഞങ്ങൾ തരാം. അത് കഴിച്ചു കഴിഞ്ഞാൽ എപ്പിഗ്യാസ്ട്രിക് പെയിൻ, മേൽവയറ് വീർത്തുള്ള വേദന, സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, എ മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത് എന്ന് തുടങ്ങിയിട്ട് കരളിനും കിഡ്നിക്കൊക്കെ കേട് ഭാവിയിൽ വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മരുന്ന് കൂടി തരാമെന്നുള്ളതാണ് ഒരു നിലപാട്. അതേസമയം വിറ്റാമിൻ ഡിക്ക് ഒരു ഗുളികയില്ലേ? ഉണ്ട്. വൈറ്റമിൻ D3 ഉണ്ട്. D1 തുടങ്ങി 5 വരെ ഉണ്ട്. കുഴപ്പമാണോ? സൈഡ് എഫക്ട്സ് വരും അതിൻ്റെ. അപ്പോൾ ഇരുമ്പിൻ്റെ ഞാൻ പറയാൻ കാരണം, ചീരക്കറി കഴിച്ചാൽ മതി. ചീരക്കറി, അപ്പോൾ നെല്ലിക്കയും കൂടെ കഴിക്കണം. വൈറ്റമിൻ C ഉണ്ടെങ്കിലേ അയൺ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ചോദ്യം, ഈ ചീരച്ചെടിക്കും മരുന്ന് കമ്പനിക്കും അയണ്, ഇരുമ്പ് എവിടെ നിന്ന് കിട്ടി? മണ്ണിൽ നിന്ന് തന്നെയാണ് മരുന്ന് കമ്പനി എടുക്കുന്നത്, ചീരയും വലിച്ചെടുക്കുന്നു. ചീര മണ്ണിലുള്ള ഈ ഹെവി മെറ്റൽ സാധനത്തെ ബയോളജിക്കലാക്കി ഒരു കെമിക്കൽ വേറൊരു ഫോമിലേക്ക് മാറ്റി അത് നമ്മുടെ ശരീരമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ശരീരത്തിന് ചീര കഴിച്ച് ആ കണ്ണ് തെളിയും, രക്തശുദ്ധി വരും, നല്ല ശോധന കിട്ടി, ഉദരശുദ്ധി, ദഹനേന്ദ്രിയ ശുദ്ധി വരും, എല്ലുകൾക്ക് ബലം, ഹൃദയത്തിന് ബലം, ഇങ്ങനെ ഉള്ള മെച്ചങ്ങളാണ്. ഏത് ചീരയാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു പച്ച ഇലയുള്ള ചെറിയ ഇലയുള്ള അത് നല്ല നാന്തരം സാധനമാണ് അതൊക്കെ. അപ്പോൾ ഈ ചീരകൾ നമ്മൾ കഴിക്കുമ്പോൾ ഈ മെച്ചങ്ങൾ കിട്ടുമെങ്കിൽ നമ്മൾ ആ ചീരയിലുള്ള അയണിന് വേണ്ടി അയൺ ഗുളികയ്ക്ക് പോവുകയാണെങ്കിൽ ആ അയൺ ഗുളികയുടെ പുറത്തുള്ള നിറം അത് ഗുണമുള്ളതല്ല, കരളിന് കേടുവരുത്തുന്നതാണ്. പിന്നെ ഈ ഫില്ലർ മെറ്റീരിയൽ അത് ചിലപ്പോൾ ക്ലേ ആയിരിക്കും,
ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനിയുണ്ട്. അവർ ഈ ചെളി ഞങ്ങൾ പ്രകൃതി ചികിത്സകർ എവിടെയെങ്കിലും സന്ധിയിൽ വേദനയുണ്ട്, ചെളി പൊത്തിയാൽ അയ്യേന്ന് പറയും. ഞങ്ങൾ ചെളി തീറ്റിക്കുന്നില്ലല്ലോ. പല മരുന്നുകളിലും ഇവിടെ ഈ ഇംഗ്ലീഷ് ആളുകളുടെ വിചാരം ഇത് പ്രകൃതി ചികിത്സ ശാസ്ത്രീയമല്ല. നമ്മൾ ചെളി പൊത്തുന്നു, അവർ ഓയിൻമെൻറ്റ് പുരട്ടില്ലേ, ചെളി ക്ലേ അല്ലേ സാധനം, നല്ലൊരു ശതമാനം ക്ലേ ആണ്. അതുപോലെ ഗുളികയായിട്ട് കഴിക്കാൻ കൊടുക്കുന്നതിൽ നല്ലൊരു ശതമാനം ക്ലേ ആണ്. അതേപോലെ പെയിൻ കില്ലർ തന്ന് അവർ പറയും പെയിനുള്ള സ്ഥലത്ത് മാംസപേശികൾക്ക് വാസോ ഡൈലേഷൻ വരുത്തും, അപ്പോൾ നാഡീഞരമ്പുകളൊക്കെ ഒന്ന് വികസിക്കും, അങ്ങനെ പെയിൻ നമുക്ക് മാറിക്കിട്ടും. ഞങ്ങൾ പറയുന്നത് ഇച്ചിരി ചൂട് വെച്ചാൽ മതി, ചൂട് വെക്കുമ്പോൾ വാസോ ഡൈലേഷൻ വരും. പെയിൻ കില്ലർ കഴിച്ച് ചൂട് വെച്ച് കഴിഞ്ഞാൽ അവിടെ വികസിക്കും, രക്തക്കുഴൽ വികസിക്കും. തണുപ്പാണ് വെക്കുന്നതെങ്കിൽ അത് ചുരുങ്ങും, വാസോ കൺസ്ട്രിക്ഷൻ വരും. ഇപ്പോൾ മരുന്ന് കൊണ്ട് കെമിക്കൽ കൊണ്ട് ദോഷഫലങ്ങൾ പലതും വരുന്ന രീതി, കരളിനും കിഡ്നിക്കും കേടുവരുന്ന രീതിയിൽ അത് ചെയ്യണോ, അതോ കരളിനും കിഡ്നിക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ആ ലോക്കലൈസ്ഡായിട്ട് അവിടെ അല്പം തണുപ്പ് വെച്ച് വേണമെങ്കിൽ ചൂടും തണുപ്പും മാറി മാറി പിടിച്ച് അത് ഓരോ അവസ്ഥയനുസരിച്ച് ചെയ്താൽ ഈ ഫലം കിട്ടുമെങ്കിൽ ഏതാ കൂടുതൽ ശാസ്ത്രീയം? ഞാനിത് ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2 കാര്യം കൂടി ചോദിച്ചിട്ട്, ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് നീർക്കെട്ട്, അപ്പോൾ നീരുവീഴ്ച, അപ്പോൾ നമ്മൾ പാടില്ലാത്തൊരു പണിയെടുത്തു, നീരുവീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കുളിക്കുന്നത് നല്ലതാണ്. വളരെ ദീർഘയാത്ര ചെയ്ത് അതുകൂടി ഒരു പ്രയാസമുണ്ട്, ആ നീരുവീഴ്ചയൊക്കെ മാറാൻ ചൂടുവെള്ളത്തിന്, കാരണം വാസോ ഡൈലേഷൻ വരും. ചൂടുവെള്ളത്തിൽ നിന്ന് കുളിച്ചാൽ ദോഷമൊന്നുമില്ല. പക്ഷേ സാധാരണ ദിവസങ്ങളിൽ ശരീരത്തിന് ബോഡി ടെമ്പറേച്ചറിൻ്റെ ±1 നിൽക്കുന്നതാണ്. അതുകൊണ്ട് തണുപ്പ് കാലത്ത് പോയിട്ട് നമ്മൾ പച്ചവെള്ളം പ്രകൃതിയാണെന്ന് പറഞ്ഞ് പച്ചവെള്ളത്തിൽ തന്നെ വാശി പിടിച്ച് കുളിക്കേണ്ട കാര്യമില്ല. പച്ചവെള്ളമാണോ ശരീരത്തിന് നല്ലതാണോ? ശരീരത്തിന് ഉണർവിന് ഉന്മേഷത്തിനൊക്കെ നല്ലത് പച്ചവെള്ളം തന്നെയാണ്. കുടിക്കുന്നത് ചൂടുവെള്ളം കുടിക്കാനേ പാടില്ല, ചൂടുവെള്ളം കുടിക്കാനേ പാടില്ല. പക്ഷേ പച്ചവെള്ളം ഇറക്കാനും പാടില്ല. പച്ചവെള്ളം വായിൽ നിർത്തി ബോഡി ടെമ്പറേച്ചർ വരുത്തണം, ഉമിനീര് കൂട്ടി കലർത്തണം, പതുക്കെ ഇറക്കണം, അങ്ങനെ കുടിക്കാൻ ശീലിക്കണം. അതൊക്കെ വലിയ പാടുള്ള കാര്യമല്ലേ? എന്താ പാട്? ഒരു പാടുമില്ല. ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കാം, പച്ചവെള്ളം തന്നെ വേണം കുടിക്കണം കാലത്ത് എഴുന്നേറ്റാൽ. അപ്പോൾ ക്ലോറിൻ ചേർന്ന വെള്ളമാണെങ്കിൽ ആ ക്ലോറിൻ വെള്ളം കുടിക്കണമെന്ന് നമ്മൾ പറയുകയല്ല. നിങ്ങൾ തിളപ്പിച്ച് ക്ലോറിൻ മുഴുവൻ കളഞ്ഞിട്ട് കുറച്ച് ദിവസം ഒരു ദിവസമൊക്കെ മൺകാലത്തിൽ ഒടിച്ചു വെച്ച് തണുപ്പ് വരുത്തിയിട്ട് കുടിക്കാൻ പറയും. ശരീരത്തിന് ഭൂമിയിൽ ഒരു ജീവിയും ചൂടുവെള്ളം കുടിക്കുന്നില്ല, സകല ജീവികളും പച്ചവെള്ളമാണ് കുടിക്കുന്നത്. മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ ചൂടുവെള്ളത്തിൻ്റെ പുറകെ പോകുന്നത്. ഈ ചൂടുവെള്ളം കുടി ചിലപ്പോൾ ശരീരം എല്ലാം ഉണരുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. വികസിക്കാം, നാഡീ ഞരമ്പുകളൊക്കെ ഒന്ന് പതുക്കെ ഒരു വാസോ ഡൈലേഷൻ പല ഭാഗത്തും വരാം. പക്ഷെ അതിന് ശരീരത്തെ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ശരീരത്തിന് വേണ്ടത് പച്ചവെള്ളമാണ്. പച്ചവെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവും അതിൻ്റെ തലം, ആ സ്വഭാവം മാറി. തിളപ്പിച്ചാറ്റിയ വെള്ളം എന്തിന് തിളപ്പിച്ചാറ്റണമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ ഹെവി വാട്ടർ, ഇപ്പോൾ പലയിടത്തും വെള്ളം കിട്ടുന്ന അത്ര ശുദ്ധമായിട്ടുള്ള ജലമല്ല എങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറ്റാം. അല്ല, നല്ല വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിലെ അണുക്കളാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ആ വെള്ളത്തിലുള്ള ജീവജാലങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടവ തന്നെയാണ്. സ്റ്റെറിലൈസ് ചെയ്ത വെള്ളം, ഇപ്പോൾ മഴവെള്ളം പോലും നല്ല വെള്ളമല്ല, അതിൽ മിനറൽസ് ഇല്ല. ഏറ്റവും കൂടുതൽ ശരീരത്തിന് കാൽഷ്യം കിട്ടേണ്ടത് മഴവെള്ളത്തിൽ നിന്നാണ്. പച്ചവെള്ളത്തിൽ നിന്നാണ്. മഴവെള്ളത്തിൽ അതില്ല. നിങ്ങൾ പല ഫിൽറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ലിക്വിഡ് പ്ലാസ്റ്റിക് പോലെയാണ്. വെള്ളത്തിൽ നിന്ന് കിട്ടേണ്ട കാൽഷ്യമൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് ആളുകൾക്ക് പല്ല്, എല്ല്, വൈറ്റമിൻ ഡിയുടെ കുറവ്. ഫിൽറ്റർ ചെയ്യാൻ വെച്ചാൽ ആ വെള്ളം വളരെ മോശമായ വെള്ളത്തിലാണ് നിങ്ങൾ വെള്ളമുള്ളിടത്താണ് താമസിക്കുന്നതെങ്കിൽ നിവൃത്തികേട് കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. അതല്ലാതെ രുചിയുള്ള വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് സാങ്കേതിക വിദ്യ നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണല്ലോ, വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എഡിബിൾ ആണെങ്കിൽ, ഡ്രിങ്കബിൾ ആണെങ്കിൽ ആ വെള്ളം തന്നെ പച്ചയ്ക്ക് കുടിക്കണം. കാരണം ആ വെള്ളത്തിൽ നിന്ന് കിട്ടേണ്ട കാൽഷ്യം അതില്ലാത്തത് കൊണ്ടാണ് വൈറ്റമിൻ ഡി ശരീരത്തിന് എടുക്കാൻ പറ്റാതെ വരുന്നത്. പിന്നെ വൈറ്റമിൻ ഡിയെ ആഗിരണം ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്ന കുറേ മരുന്നുകളുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ്, പനി മരുന്നുകൾ, NSAID മരുന്നുകളെന്ന് പറയും. നല്ലൊരു ശതമാനം മരുന്നുകളും വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്ന കഴിവ് നഷ്ടപ്പെടുത്തുന്ന മരുന്നുകളാണ്. അതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്ന് വളരെ വ്യാപകമായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നടിച്ചു നോക്കിയാൽ ഏതെല്ലാം മരുന്നുകളാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത് നോക്ക്.
അതുപോലെ തന്നെയാണ് ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു ചിലർക്ക് വൈറ്റ് സെൽസ് കൂടുന്നു. പലതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ലൊരു ശതമാനം രോഗങ്ങളൊന്നും മരുന്നുണ്ടാക്കുന്നവയാണ്. ഈ പഞ്ചസാര ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എല്ല് ദുർബലമാകും, കരള്, ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അത് മരുന്നും ഉണ്ടാക്കുന്നുണ്ട്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഫാറ്റി ലിവർ നോക്കിയാൽ മതി. അതേപോലെ ഡിപ്രഷൻ, മധുരത്തിൻ്റെ, എനിക്ക് വരുന്ന ഈ ഡിപ്രസീവായിട്ടുള്ള പെൺകുട്ടികൾ ധാരാളം പേര് വരാറുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഞാൻ പറയും, ബേക്കറിയുടെ ആശാട്ടിയാണല്ലോ, ഐസ്ക്രീമിൻ്റെ ആശാട്ടിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഐസ്ക്രീം കുഴപ്പക്കാരനാണോ? വളരെ വളരെ നമ്മൾക്ക് നാശം ചെയ്യുന്നത്, നമ്മുടെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്നതിൽ കഴിക്കാൻ പാടില്ലാത്ത വല്ലപ്പോഴും നമുക്കത് നമ്മളൊരു സ്വാതന്ത്ര്യം, ഞാൻ ഇഷ്ടം. ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇച്ചിരി മധുരം ഐസ്ക്രീമെല്ലാം കഴിക്കാതെ അപകടമാണ് സ്ഥിരമാക്കിയ. നിങ്ങൾ ഈന്തപ്പഴം കൊണ്ടൊരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് കൊഴുപ്പ് പോലെ ആക്കി ആഘോഷിക്കും. മാമ്പഴമായാലും കരിക്കിൻ്റേതായാലും അങ്ങനെയുള്ള മധുരങ്ങളിലേക്ക് വരാതെ ഒറ്റ കാര്യമുള്ളൂ, കരിമ്പിൻ്റെ നീര് വയറ് നിറച്ച് കുടിച്ചിട്ട് ആരെങ്കിലും വീട്ടിൽ പോയി പെണ്ണുമ്പിള്ളയുടെ മുതുകത്ത് ഉണ്ടംപൊരി ഉണ്ടാക്കുന്നുണ്ടോ? ആർക്കും പട്ടുപിടിക്കണല്ലോ. കരിമ്പ് നല്ലതാണോ? പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്ന സാധനമാണ് കരിമ്പ്. കരിമ്പീൻ്റെ പഞ്ചസാര ഉണ്ടാക്കുന്നത്. അതെ, ആ പഞ്ചസാര കഴിച്ചാൽ ഈ ദോഷങ്ങൾ, കരിമ്പിൻ്റെ നീര് കുടിച്ചാൽ പ്രമേഹം മാറുന്നത് പോലും സംഭവിക്കുന്ന രീതിയിൽ ശരീരത്തിന് മൊത്തം. ഇതാണ് പ്രകൃതി ഉണ്ടാക്കി തരുന്ന ഒരു സാധനം, അപൂർണത വരുത്താതെ. ഇനി പഞ്ചസാരയുടെ കൂടെ പറഞ്ഞതല്ലേ ചാരായം. കരിമ്പിൻ്റെ നീരിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് പഞ്ചസാരയും ചാരായവും. അതാണ് ഈ വിഘടനം വന്നു കഴിയുമ്പോൾ തമ്മിച്ചേരാത്തത് ചേർന്നിരിക്കുന്നതിനെ വിഘടിപ്പിച്ച് കഴിച്ചാൽ വരുന്നൊരു അപകടം അതാണ്. അപ്പോൾ നമ്മൾ പ്രകൃതി ചികിത്സയിൽ നമ്മൾ പറയുന്നത് ഇതുപോലെ അപൂർണതയുള്ള സാധനങ്ങളിലേക്ക് പോവാതെ. പഞ്ചസാര കഴിച്ചാൽ ഭയങ്കരമായിട്ട് കുഴപ്പമുണ്ടാക്കും. അതിൻ്റെ ഒരു തരി ചെന്നാൽ പോലും ഇൻഫ്ലമേഷൻ ശരീരം ഉണ്ടാക്കും. ഇത് ശത്രുവായതുകൊണ്ട് ശരീരം വെള്ളം കൂടുതൽ കൂട്ടി, ഉപ്പിന്, പഞ്ചസാരയ്ക്ക്, മദ്യത്തിനൊക്കെ. അതുകൊണ്ടാണ് ഇത് ഡീഹൈഡ്രേഷൻ വരുത്തുന്നത്. ഭക്ഷണത്തിന് ഉപ്പിടാം അല്ലേ? അതൊക്കെ നമ്മളൊരു രുചിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഭക്ഷണമല്ല ഉപ്പ്. ഭക്ഷണത്തിന് രുചി എന്നുള്ളൊരു സങ്കല്പം വെച്ചിട്ട് മനുഷ്യന് ഉപ്പ് കഴിക്കട്ടെ, പക്ഷേ അത് കൂടിക്കഴിഞ്ഞ് കിഡ്നിക്ക് നാശം വരുന്ന രീതിയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉപ്പാണോ കിഡ്നിക്ക് ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണോ? കിഡ്നിക്ക് ലോഡാണ്, ഇത് മുഴുവൻ വലിച്ച് കളയണം. ഇപ്പോൾ ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരുടെ തൊലിപ്പുറത്ത് നമുക്ക് ഈ വൈറ്റ് പാച്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വെളുത്ത ഒരു പൊടി പോലെ, താരം പോലെ ത്വക്കിലൂടെ കളയുകയാണ്. ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർക്ക് വിയർപ്പിന് ദുർഗന്ധം കൂടുതലായിരിക്കും, ഉപ്പ് രസം കൂടുതലായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ അടുപ്പിച്ച് കുറച്ച് ദിവസം പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ വിയർപ്പെങ്ങാനും ഇറങ്ങുകയാണെങ്കിൽ ഉപ്പ് രസം ഉറപ്പാണ്. സാധാരണ രീതിയിൽ എൻ്റെ വിയർപ്പിന് അങ്ങനെ ഒരു രസവ്യത്യാസം ഇല്ല. ഉപ്പ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ വിയർപ്പിന് ഉപ്പ് രസം കൂടുകയാണ്. കാരണം കിഡ്നിയിലൂടെ ഇത് മുഴുവൻ കളഞ്ഞാൽ കിഡ്നി പ്രയാസമാകുന്നുള്ളതുകൊണ്ട് ത്വക്കിനെ സഹായത്തിന് വിളിക്കുകയാണ്. ഈ ത്വക്ക് രോഗങ്ങൾ മുഴുവൻ അതാണ്. കരളിനെയും കിഡ്നിയെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ത്വക്ക് രോഗം വരുന്നത്. പക്ഷെ നമ്മുടെ ചികിത്സകർ മുഴുവനും എന്തെങ്കിലും കുഴമ്പ് കൊടുത്ത്, ലോഷൻ കൊടുത്ത്, ഓയിൻമെൻറ്റ് കൊടുത്ത് പുരട്ടി വെക്കുമ്പോൾ അത് ഉള്ളിലേക്ക് മാറും. പക്ഷെ ഉള്ളിലേക്ക് മാറും. അത് പിന്നെയും കരളിലേക്കോ കിഡ്നിയിലേക്ക് പോയാൽ 2 കൊല്ലത്തിനുള്ളിൽ ഇയാളെ ഡയാലിസിസ് ടേബിളിൽ അല്ലെങ്കിൽ കരൾ മാറ്റാനുള്ള ടേബിളിൽ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഉപ്പും പഞ്ചസാരയും പൂർണ്ണമായി ഒഴിവാക്കണം. പഞ്ചസാര മാറ്റിയാലും നമുക്ക് തേനിലേക്ക് പോവാം, അല്പം ശർക്കര വേണമെങ്കിലാവാം. അതല്ല, ശർക്കര കുഴപ്പക്കാരനാണോ? ശർക്കരയിൽ ഇപ്പോൾ ഈ വെളുപ്പിക്കാൻ വേണ്ടി ഹൈഡ്രോസൊക്കെ ചേർക്കുന്നുണ്ട്. ഉറപ്പുള്ള സ്ഥലങ്ങളിപ്പോൾ മൂന്നാർ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഈ പത്തനംതിട്ടയുടെ പല ഭാഗത്തും ഇപ്പോൾ ശർക്കര ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഒരു റെസിഡൻസ് അസോസിയേഷനിൽ 1-2 പേർക്ക് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കൃത്യമായി നല്ല ശർക്കര ഉണ്ടാക്കി തരണം. ശർക്കര ഉണ്ടാക്കുന്ന പഞ്ചസാര കിട്ടല്ല. അല്ല, കരിമ്പിൻ്റെ നീര് ചൂടാക്കി ഉരുക്കിയെടുക്കുന്നതാണ്. അതിൽ വേറെ മായോ. കരിപ്പട്ടി തെങ്ങിൻ്റെ കള്ള്, പനങ്കള്ള്, അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കരിപ്പട്ടി. അതിനൊരു കുഴപ്പമില്ല. അതൊക്കെ ശരീരത്തിന് അത്ര നല്ലതല്ല, 100% നല്ലതല്ല. പക്ഷേ ഇതുപോലെ പഞ്ചസാര പോലെ ദ്രോഹം ചെയ്യുന്നതല്ല. വളരെ കുറച്ച് നമുക്ക് വല്ലപ്പോഴും, നമ്മളൊരു ജീവിതം അങ്ങനെയാണല്ലോ, നമുക്ക് ആഹാരത്തിൻ്റെ പുറത്ത് ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്, അതിഥികളെ ബഹുമാനിക്കലുണ്ട്, സൽക്കരിക്കലുണ്ട്. ആഹാരം വിശപ്പിന് മാത്രം എന്നുള്ളൊരു കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ആഹാരം ഓരോ ദിവസവും ഒരു എക്സ്പെരിമെൻറ്റും ഒരു എക്സ്പീരിയൻസിങ്ങും ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞു. തേൻ കുഴപ്പമില്ല. അപ്പോൾ തേനാവാം, പക്ഷേ അതും മധുരമാണ്, അങ്ങനെ അമിതമായിട്ട് കഴിക്കേണ്ട ഒരു സാധനമല്ല. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ എടുത്തിട്ട് കടിച്ചെന്നേ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലും നമ്മുടെ ഹോസ്പിറ്റലും
പ്ലെയിനായിട്ട്. എത്ര പേരാണ് ഇതിലെന്താ ചേർത്തിരിക്കുന്നത്? ഒന്നും ചേർത്തിട്ടില്ല. തണ്ണിമത്തൻ. ആ രുചി തന്നെ അറിഞ്ഞു കുടിക്കുമ്പോഴാണ് ശരീരത്തിലെ ദഹനരസങ്ങളെല്ലാം ശരിയായിട്ട് വരാനും നമ്മളെ സഹായിക്കാനും സാധിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലേക്ക് വരുമ്പോൾ ഉടനെ ചാടി ഇതിലേക്ക് വന്ന് ചാടി നിൽക്കുന്നതിന് പകരം പതുക്കെ നിങ്ങൾ പുരോഗമിച്ച് വന്നാൽ മതി. ഒരു മനുഷ്യൻ്റെ ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത് സാധാരണ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കണം, പച്ചവെള്ളം കുടിക്കണം. പല്ല് തേക്കാൻ പോലും നിൽക്കണ്ട. കാരണം ഉള്ളിലേക്ക് നല്ലത് പോവുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് മോശമായിട്ടുള്ളത് വരാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ രാവിലെ വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ട് അല്പം വ്യായാമം അല്ലെങ്കിൽ വ്യായാമം വേണം, ഒരു എക്സസൈസ് വേണം. 5 മിനിറ്റെങ്കിലും ചലിക്കാത്ത മാംസപേശികളെയും സന്ധികളെയും ശരീരം ശക്തിപ്പെടുത്തി നിർത്തുകയല്ല. ഒരോട്ടക്കാരൻ്റെ കാലിന് നല്ല ബലമായിരിക്കും. പക്ഷേ അയാളുടെ കയ്യിൽ കോടാലി എടുത്ത് വെട്ടാൻ പറഞ്ഞാൽ വലിയ സമയം വെട്ടാൻ പറ്റുകയില്ല. കോടാലി കൊണ്ട് പണിയെടുക്കുന്ന തൊഴിലാളിയോട് ഓടാൻ പറഞ്ഞാൽ അധികം ഓടില്ല. കാരണം അയാളുടെ കൈക്കാണ്, മാംസപേശികൾക്കാണ് ബലം കൊടുത്ത് നിർത്തുക. അപ്പോൾ വ്യായാമം, അധ്വാനത്തിന് ഭാഗ്യമില്ലാത്ത ആളുകൾ, അപ്പോൾ അതിലെനിക്ക് ഷാജനോട് അസൂയുണ്ട്. ഇത്രയും തിരക്കിനിടയിൽ ദിവസവും വൈകിട്ട് ഇതുപോലെ കൃഷിപ്പണി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ജീവിതത്തിൽ എന്റർടൈൻമെന്റ്. വർഷത്തിലേ ഈ നേവൽ ബേസുകാർ നേവി വീക്ക് വെക്കും. ഒരാഴ്ച നേവൽ ബേസ് കയറി കാണാം. അതുപോലെ ഷാജൻ്റെ വീടും പറമ്പും കാണാൻ വർഷത്തിലൊരാഴ്ച ഈ കൃഷി എന്തെല്ലാം സാധനങ്ങളാണ് ആ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. സ്വയം നിന്നാണെന്നുള്ളതാണ് അതിൽ. അതെല്ലാം പണിക്കാരെ കൊണ്ടങ്ങ് വിട്ടിട്ടല്ലല്ലോ. അതെല്ലാം ഈ ആകെ ഒരു ആനന്ദം ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഓരോ മരവും ഞാനിപ്പോൾ അത് എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിനു വേണ്ടി മുടക്കുന്ന എനർജിയോ അല്ലെങ്കിൽ ടൈമോ ഞാനിത് കമ്പയർ ചെയ്യത്തില്ല. ബാക്കി ഏത് പണിക്കും ഞാൻ എൻ്റെ എനർജി, എൻ്റെ ടൈം ഞാൻ നോക്കും. ഉഷാടാ, എനിക്കിത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ മാത്രം ഞാൻ ചെയ്യത്തില്ല. കാരണം ഈ വളർന്നു വരുന്ന ഓരോ മരങ്ങളും ഓരോ ചെടികളും ഒന്ന് ഞാൻ എൻ്റെ ചാണകപ്പൊടി മാത്രം ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. എനിക്കത് കാണുന്നത്, ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഓടി വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടെ നടക്കും. ഓരോ മരവും വളർന്നു വരുന്നത്. അപ്പം ഞാൻ എന്താണ് ചിലത്, ഇപ്പം കപ്പ മരച്ചീനി നടന്നു, ചില മരച്ചീനി എന്താണ് വളരാത്തത്, അപ്പം നമുക്ക് അതിന് കാരണം കണ്ടെത്താം. ഈ വളർച്ചയുടെ ശക്തി, മഴയും വെയിലും ഇതെല്ലാം കൂടെ നമ്മളൊരു കാടും. അപ്പോൾ ഇത് കിട്ടുമ്പോൾ അതുപോലെ ഓരോ ഫ്രൂട്ട്സും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു നമുക്കൊരു ഫീൽ ചെയ്യും, ആ പ്രകൃതിയുടെ ഒരു മണം ഫീൽ. എന്തിനറിയാം, ഈ പണി കൊതുക് കടിച്ചപ്പോൾ നമുക്ക് അസ്വസ്ഥനല്ല, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഈ സസ്യങ്ങൾ സംസാരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റും. പുതിയ ശാസ്ത്രീയ പഠനം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സസ്യങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മളെ കാണുമ്പോൾ അതിന് സന്തോഷം വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മൾ സ്ഥിരം പോകുന്ന സസ്യങ്ങൾ വളരെയധികം വളരുന്നുണ്ട്. ഞാനിത് വീടും പൂട്ടി ഒരു കൊല്ലം എവിടെയെങ്കിലും പോയിട്ടൊന്ന് തിരിച്ചു വരുമ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ എല്ലായിടത്തും എപ്പോഴും ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ വൈകുന്നേരം വന്നാൽ നമ്മളൊന്ന് തൊട്ടടുത്തോടൊക്കെ നമ്മൾ, അപ്പം നമ്മുടെ ഒരു സാന്നിധ്യമുള്ള സാധനങ്ങൾക്ക് മറ്റതിനേക്കാൾ നമ്മൾ പറമ്പിൻ്റെ അങ്ങേയറ്റത്തേക്ക് നമ്മൾ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് പോകുന്നത്. കാട് പറിക്കാനോ നടാനോ പോകുന്നത്, എപ്പോഴും പോകുന്നില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ പരിലാളനം ഏറ്റുവാങ്ങുന്ന. ഞാൻ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ പള്ളിമുറ്റത്ത് നിൽക്കുന്ന തെങ്ങുകളെല്ലാം നന്നായി കായ്ക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? പള്ളിമുറ്റത്ത് തെങ്ങുകളെല്ലാം നന്നായി കായ്ക്കും. അത് മനുഷ്യൻ്റെ ഒരു സാന്നിധ്യം അവന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. അപ്പോൾ ഈ സസ്യങ്ങളുടെ, വൃക്ഷങ്ങളുടെ ചിന്താതരംഗങ്ങൾ പിടിച്ചെടുക്കാനുള്ള യന്ത്രങ്ങൾ ജാപ്പനീസ് ഞാനത് റിസർച്ച് വായിച്ചു. എന്നിട്ട് രാവിലെ അപ്പോൾ അത് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്പം വ്യായാമമൊക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത്. കാരണം രാവിലെ 6 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് നമ്മുടെ രക്തം കട്ടി കൂടുതലായിരിക്കും. അത് രാത്രി നിങ്ങൾ വെള്ളം കുടി കുറവായിരിക്കുമല്ലോ. 8 മണിക്കൂറോളം കിടന്നുറങ്ങും. 8 മണിക്കൂർ വെള്ളം കുടിച്ചിട്ടില്ല. ഉച്ഛ്വാസത്തിലൂടെ വെള്ളം പോയി, വിയർപ്പിലൂടെ പോയിട്ടുണ്ടാവും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം പോയിട്ടുണ്ട്. പിന്നെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം ശേഖരിച്ച് മൂത്രമാക്കി കൊണ്ടുവന്ന് എണീറ്റോടനെ മൂത്രം കൊണ്ട് പോകുമ്പോൾ ഡീഹൈഡ്രേഷൻ നന്നായിട്ട് വരുന്നു. അപ്പോൾ രക്തത്തിലെ കൊഴുപ്പ് കൂടുന്ന സമയമാണ്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ ലോകത്തുണ്ടാകുന്നത്, സ്ട്രോക്കുകൾ ഉണ്ടാവുന്നത്. നമുക്കത് അല്പം കൂടി മേലോട്ട് കയറിയിട്ട് ഒരു വെളുപ്പിന് 2 മണി തുടങ്ങിയിട്ടൊക്കെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം രാത്രി ഇതുപോലെ വറുത്തതും മുരിച്ച് കിടക്കുന്നു തുടങ്ങുന്നൊരു വർഗ്ഗം ഭൂമിയിലില്ല. 50 കൊല്ലം മുമ്പ് വരെ 7-7:30 മണിക്ക് ഉള്ള കഞ്ഞിയും ഒരു ചമ്മന്തിയും കഴിച്ച് കിടന്ന മലയാളിയാണ് ഇന്ന് 11 മണിക്ക് ഫുൾ കോഴ്സ് കുഴിമന്തിയും മരണൈസും കൂട്ടി താട്ടി കുഴിമാന്തി അവനാ കിടപ്പിൽ തട്ടിപ്പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.
അപ്പോൾ എന്നിട്ടോ രാവിലെ എപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും? ഒരു കോളയും കൂടി കുടിക്കും. അപ്പോൾ ഡീഹൈഡ്രേഷൻ വളരെ കൂട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ചിട്ടാണ് കോള ഉറങ്ങാൻ പോകുന്നത്. മോശമാണ്, ഭയങ്കര വളരെ മോശം. എങ്ങനെ? കോളയിൽ അസ്പർട്ടം പോലുള്ള പഞ്ചസാര പോലും അല്ല, അതിനേക്കാളും ചീപ്പായിട്ട് കിട്ടുന്ന വലിയ മധുരങ്ങളാണ് ഇത് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ട് പുറത്ത് വിട്ടിട്ടില്ല. ഇതുപോലൊരു സാധനത്തെ ലോകത്ത് ഇന്ത്യയെ പോലും നമുക്ക് ചെറുപ്പക്കാർ 10 പേര് കൂടി ഒരു സഹകരണ സ്ഥാപനം ഉണ്ടാക്കി ഒരു പാനീയം ഇറക്കണമെങ്കിൽ FSSAI രജിസ്ട്രേഷൻ അനുസരിച്ച് ഇതെന്താണെന്ന് വെളിപ്പെടുത്തണം. കോളക്കാരന് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു പല്ല് അതിലിട്ട് വെച്ചാൽ അലിഞ്ഞു പോകുമെന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. ഒരു പല്ല് കോളയ്ക്കകത്ത് ഇട്ട് വെച്ചാൽ ഏതാനും ദിവസം കൊണ്ട് പല്ല് അപ്രത്യക്ഷമാകും, അലിഞ്ഞു പോകും. പല്ല് മനുഷ്യൻ്റെ പല്ല് മനുഷ്യനെ അടക്കി കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് പല്ലും എല്ലുമാണല്ലോ. എല്ലുമാണ്. ആ പല്ല് ഇതിനുള്ളിൽ അപ്രത്യക്ഷമാകും. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അത്രയും കുഴപ്പപ്പെട്ടതാണ്. ഞാൻ സ്കൂളിൽ കുട്ടികളെ എന്നെ സ്കൂളിലൊക്കെ ധാരാളമായിട്ട് ക്ലാസ്സുകൾക്ക് വിളിക്കാറുണ്ടായിരുന്നു. ശൈലജ കയറിയിട്ട് എന്നെ സ്കൂളിൽ കയറ്റരുതെന്ന് ഓർഡർ ഇടുകയും, അറിയാമല്ലോ അവരുടെ, ഞാൻ BSൻ്റെ പേഴ്സണൽ ഡോക്ടറായിരുന്നതിൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കോളയിൽ ഒരു മെൻഡോസ് മിഠായി ഇട്ടാൽ പൂക്കുറ്റി ചാടുന്ന പോലെ ചാടിയിട്ട് ഈ സാധനം, ഇത് രണ്ടും കൂടെ കഴിക്കുന്ന ഒരാളുടെ വയറെങ്ങനെയിരിക്കും? ഇൻറ്ററാക്ഷൻ, കെമിക്കൽ ഇൻറ്ററാക്ഷൻ. ഈ മെൻഡോസ് എന്ന് പറയണം, മിഠായി എന്ന് പറയണത് എല്ലാം തന്നെ പലതരം കെമിക്കലുകൾ, ആർട്ടിഫിഷ്യൽ ഷുഗർ, ഇതെല്ലാം കൂടി ചേർത്ത് കളറ്, കാരമൽ കളറുകളല്ലേ ഉള്ളൂ. ആ സാധനമാണല്ലോ, അതും ഇതിലുള്ള കെമിക്കലും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. അതുപോലെ ഈ തുരുമ്പിച്ച വിജാഗിരി, ഈ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ ആ തുരുമ്പൊക്കെ കിട്ടും, മാറും. വളരെ മോശമായിട്ടുള്ള ബാറ്ററി ടെർമിനൽ ഉണ്ടല്ലോ, ഈ അഴിയണില്ലെങ്കിൽ ഈ സാധനം ഒഴിച്ച് അതിൻ്റെ ക്ലാവ് പോലുള്ളതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വെച്ചാൽ സുഖമായിട്ട് തിരിച്ചു പോരും. എൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് മഞ്ഞച്ചു പോയി. അപ്പോൾ സോപ്പിട്ടൊക്കെ കഴുകി നോക്കി മാറി. അപ്പോൾ ഞാൻ എൻ്റെ വേണ്ട ഇത്തിരി കോളയിട്ട് അപ്പുറത്തേന് ടൂത്ത് പേസ്റ്റ് ഇട്ട് കോളയിട്ട് സുന്ദരമായിട്ട് ക്ലീനായി. ടൂത്ത് പേസ്റ്റ് മോശമാണോ? ടൂത്ത് പേസ്റ്റിൽ ഒരു 10-12 കെമിക്കലുകളുണ്ട്. സോഡിയം ലാറിൽ സൾഫേറ്റ്, ഈ വർക്ക്ഷോപ്പുകളുടെ തറയോട് കടി പിടിച്ച് നീറ്റാക്കാൻ വേറെ ഒരു സാധനമില്ല. ഈ സോഡിയം ലാറിൽ സൾഫേറ്റ്, ഗ്ലൈക്കോള്, ഇതുപോലുള്ള കെമിക്കലുകളാണ് ഏതാ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഉമിക്കരി എടുത്ത് പല്ല് തേച്ചിരുന്നു. നല്ല കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ കോൾഗേറ്റുകാരൻ പറയണത് ചാർക്കോള് ഞങ്ങൾ നിറച്ച് ഉമിക്കരി കൊണ്ട് പല്ല് തേക്കരുത്, ഫ്ലൂറൈഡാണ് നല്ലത്. പിന്നെ അവൻ പറഞ്ഞു ഫ്ലൂറൈഡ് ഇല്ലാത്തതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ പറയുകയാണ് ഇത് ചാർക്കോളുണ്ട്. നമ്മളെ ഇവന്മാർ പറ്റിക്കുകയല്ല. ഈ പേസ്റ്റിൻ്റെ കുഴപ്പം, നിങ്ങൾ പേസ്റ്റ് വായിൽ വെച്ച് ബ്രഷ് ചെയ്യുന്നതിനിടയിൽ ഉമിനീരിലൂടെ ഇറങ്ങുമല്ലോ, പാർട്ട് പെർ മില്യൺ ഇറങ്ങും. ഉറപ്പായിട്ടും നമുക്ക് ടേസ്റ്റ് അറിയാതെ ഫീൽ ചെയ്യാറുണ്ട്. എത്ര വായ കഴിയാലും പാർട്ട് പെർ മില്യൺ നിങ്ങളുടെ വായിൽ തന്നെ ഉണ്ടാവും. ടോൺസിലിന് തകരാറ്, തൈറോയിഡിന് തകരാറ്, വയറ്റിൽ അസിഡിറ്റി കൂട്ടും, ക്യാൻസറിലേക്ക് നീങ്ങും. എങ്ങനെ പല്ല് തേക്കാനായിട്ട് ഇന്ന് ഉമിക്കരി കിട്ടില്ല എന്ന് പോട്ടെ. ഞാൻ ഒരു സിദ്ധ പേസ്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് കാരയ്ക്കൽ നിന്ന് നമ്മളൊരു സുഹൃത്തുണ്ടാക്കുകയാണ്, സിദ്ധ പേസ്റ്റ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനത് ഉപയോഗിച്ച് ഞാൻ കുറച്ചൊക്കെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ നേച്ചർ ലൈഫിൻ്റെ ഹോസ്പിറ്റലുകളിൽ അത് ഇതുപോലെ കെമിക്കൽസ് ഇല്ല, കെമിക്കലുകളില്ല, അത് ഞാൻ മരുന്നുകൾ മാത്രം. അല്ലാതെ നമ്മളുണ്ടാക്കുന്ന അഗ്നി ഒരു ടൂത്ത് പൗഡറുണ്ട്, മാവിലയും ചുക്ക്, നമ്മുടെ ഗ്രാമ്പൂ, ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു പൽപ്പൊടി നമ്മൾ ഇറക്കുന്നുണ്ട്. സാധാരണ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ഈ പേസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പൽപ്പൊടി ഉപയോഗിക്കും. പൽപ്പൊടി ഭേദമാണ്. പൽപ്പൊടി ഏറ്റവും നല്ലതാണ്, കാരണം ഓർഗാനിക് മെറ്റീരിയൽ അല്ലേ. ആണോ? ഓർഗാനിക് ബോഡി നീറ്റാക്കാൻ ഓർഗാനിക് സാധനങ്ങൾ തന്നെ വേണം. അതുകൊണ്ടാണ് പ്രകൃതി ദിവസം നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത്, അണുക്കളെ കൊല്ലുകയല്ല വേണ്ടത്. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ 45 കൊല്ലം 50 കൊല്ലത്തോ 45 കൊല്ലം 56 കൊല്ലം ഇപ്പോൾ സോപ്പെന്ന് പറഞ്ഞൊരു സാധനം തൊട്ടിട്ടില്ല. അപ്പോൾ എന്താണ് ബദല? പയറുപൊടിയും രാമച്ചവും ചേർത്ത് ദേഹകാന്തി എന്ന് പറഞ്ഞ് ഞാനൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ്ട് 30-35 കൊല്ലമായി ഞാനിത്. എൻ്റെ സാമൂഹ്യ പ്രവർത്തനം, വൈപ്പിനിലെ പ്രവർത്തനങ്ങൾ, സ്വാശ്രയ വൈപ്പിൻ പ്രവർത്തനം ഉണ്ടായിരുന്നു, ഗാന്ധി ഭവനിലുണ്ടായിരുന്നു, ബൈക്കിൻ്റെ പുറകിൽ ഷാജൻ കണ്ണുണ്ടാവുമല്ലോ, ഇതെല്ലാം കെട്ടിവെച്ച് കേരളത്തിലെ ഖാദി കടയിൽ കൊടുത്ത് അഗ്രസീവ് മാർക്കറ്റിംഗ് ഞാൻ നടത്തിയിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഈ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് പ്രചരിപ്പിക്കായിരുന്നു. പക്ഷേ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പറയൂ, സോപ്പിന് പകരം എന്താണ് നമുക്ക് പയറുപൊടി, അല്പം പയറുപൊടി എടുത്താൽ മതി. പയറുപൊടി എവിടെ കിട്ടും? നമ്മൾ തന്നെ പയറെടുത്ത് മിക്സിയിൽ, ചെറുപയറെടുത്ത് മിക്സിയിൽ അടിക്കാം, കടല അടിക്കാം. നമ്മുടെ ഇതിലാവുമ്പോൾ അല്പം രാമച്ചവും കൂടെയൊക്കെ ചേർത്ത് കുറച്ചും കൂടി സ്മെല്ല്, സുഗന്ധം കിട്ടുന്ന രീതിയിലേക്കൊക്കെ മാറ്റി. നിങ്ങളുടെ മാർക്കറ്റിൽ കിട്ടും.
നമ്മുടെ ഇത് കിട്ടും, നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ആയുർവേദ കടകളിലൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേ ആയുർവേദ കടകളിലും ധാരാളം ഉണ്ട് ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ, ഖാദി കടകളിലുണ്ട്. അതെല്ലാം മേടിച്ച് കുളിച്ചാൽ മതി. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ആദ്യത്തെ ഒരു 3-4 ദിവസം നമുക്ക് അത്ര സ്മൂത്തായിട്ട് തോന്നില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം കളയില്ല. അത്രയും സുഖമാണ് ശരീരത്തിന്. മറ്റത് സോപ്പ് നമ്മുടെ ഈ സ്കിന്നിന് 10-15 ലെയറുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. ഇന്ന് ചാവേണ്ട കോശങ്ങളെയും കളയും, നാളെ ചാവേണ്ടതിനെയും കളയും, മറ്റന്നാൾ. അങ്ങനെയാണ് നമുക്കിതൊരു വെളുപ്പിക്കൽ കാണിച്ചു തരുന്നത്. പക്ഷേ ഈ കെമിക്കൽ അവിടെ ഇരുന്ന് വീണ്ടും ബാക്കിയുള്ള കോശങ്ങളെ ദ്രവിപ്പിച്ച് അരമണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും ചെളി പിടിക്കും. ആണ് സോപ്പ് തേച്ചാലുള്ളൊരു കുഴപ്പം വരുന്നത്. പിന്നെ നമ്മുടെ ബാക്ടീരിയൽ ഫോണ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയേണ്ടതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാവേണ്ടതാണ്. 5-6 മണിക്കൂർ പണിയെടുത്താണ് ആ ബാക്ടീരിയകളെ മുഴുവൻ ശരീരത്തിന് പിന്നീട് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എത്തുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് മാത്രം ആക്കാൻ പറ്റുമോ? അല്പം നട്ട്സും കൂടെ ചേർക്കുക. കശുവണ്ടി ആവാം, കശുവണ്ടി, ബദാം, വാൾനട്ട്, അതിൽ ഏതാണോ നിങ്ങൾക്ക് ചേരുന്നത്. ഇപ്പോൾ കശുവണ്ടി പരിപ്പ് എല്ലാവർക്കും ചേരണമെന്നില്ല. കൊളസ്ട്രോൾ, ഞാൻ പലപ്പോഴും ഈ ബി പോസിറ്റീവ് ബ്ലഡുള്ള ആളുകൾക്ക് പല നട്ട്സും ചേരുന്നില്ല, പരിപ്പ്, പയർ. അപ്പോൾ ഏത് ഭക്ഷണം അത് എല്ലാവർക്കും അതുണ്ട്. ചിലപ്പോൾ ഫ്രൂട്ട്സ് പോലും എല്ലാവർക്കും ചേരണമെന്നില്ല. നിങ്ങളൊരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ പരീക്ഷിക്കുക. ആ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം അല്ല എന്ന് മനസ്സിലാക്കി അത് മാറ്റണം. അല്ല എങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇൻറ്റേർണലായിട്ട് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, നീർക്കെട്ടുണ്ടാക്കും. പതുക്കെ പൈൽസിലേക്കും കുടലിലുള്ള പ്രയാസങ്ങളിലേക്ക് അത് വരുത്തും. ഈ മനുഷ്യന് രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് രാവിലെ നല്ല രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നാണല്ലോ പറയുന്നത്. ഇന്ത്യയിലെ ഒരു ജനവിഭാഗവും രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. 10 മണി 11 മണിക്കിടയിൽ ഡാലും ചപ്പാത്തിയൊക്കെ കൂടി അവൻ കഴിക്കും. രാവിലെ എണീറ്റാൽ പണിക്കിറങ്ങും. അത് ശരിയല്ല, അതാണ് വേണ്ടത്, അതാണ് ശരി. അത് കാരണം കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ്. ശരിയായിട്ട് പറഞ്ഞാൽ ഈ 6 മണി തുടങ്ങി 9 മണി വരെയുള്ള സമയം രക്തം കട്ടി കൂടുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ രക്തത്തിൻ്റെ കട്ടി കൂട്ടുന്നവ തന്നെയാണ്. അവിടെ കഴിക്കരുത്. നമ്മളുടെ ഈ ശൈലി ഇന്നിപ്പോൾ നമുക്ക് രാവിലെ 8 മണിക്ക് ഓഫീസിലേക്ക് പോകേണ്ട ഒരാളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അയാൾക്ക് സാധിച്ചൊന്നും വരില്ല. അല്ല, നമ്മൾ ശീലിച്ചു. അപ്പോൾ ആ ശീലിച്ചു, ഓക്കെ. ഫ്രൂട്ട്സ് നിങ്ങളുടെ രക്തത്തെ കട്ടിയാക്കുന്നൊരു സാധനമല്ല, ഡൈലൂട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനോടൊപ്പം അല്പം നട്ട്സ് കൂടെ കഴിച്ചാൽ വേണ്ടത്ര അമിനോ ആസിഡുകൾ, പ്രോട്ടീനിൻ്റെ പ്രയാസങ്ങളും മാറി കാർബോഹൈഡ്രേറ്റായി ഫാറ്റും ഈ നട്ട്സൊക്കെ വരാൻ നേരത്ത് കുറച്ച് ആ ഒരു കണ്ടൻറ്റ് കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴേക്കും ഈ സമയത്ത് ചായയും വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല. വെള്ളം, ഫ്രൂട്ട്സാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ വെള്ളം വേറെ വേണ്ടല്ലോ. 70% കൂടുതലും അതിൽ വെള്ളമുണ്ട്. പക്ഷേ നിങ്ങൾ അല്പം കൂടെ ഫ്രൂട്ട് ജ്യൂസ് തന്നെയായിട്ടോ, നല്ലത് വേണ്ട, ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന കൂടെ തന്നെ കഴിക്കാവോ? ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കരുതെന്ന് പറയും. കാരണം ആ വെള്ളം ദഹനരസങ്ങളെ നേർപ്പിച്ച് കളയും, ആസിഡുകളാണ്, അതിനെ നേർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുടിച്ച് നിർത്തുക. ഭക്ഷണം കഴിഞ്ഞാൽ 2 മണിക്കൂർ ശേഷം വെള്ളം തുടങ്ങുക എന്നാണ് പ്രമാണം. അല്ല, നിങ്ങൾക്ക് തീവ്രമായ ദാഹം ഉണ്ടെങ്കിൽ അല്പം വായിൽ നിർത്തി, വായയ്ക്കാണ് ദാഹിക്കുന്നത്, പതുക്കെ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കവിള് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട്. ചിരിച്ചാൽ കുടിക്കണം, അല്പം ഒന്നിച്ച് തന്നെ ഗുളുഗുളു എന്ന് പറഞ്ഞ് കുടിക്കരുത്. അത് ഞാൻ രാവിലെ 2 ലിറ്റർ വെള്ളം കടിക്കും, ഗുണമില്ല. അതൊരു രീതി, ശോധന അടക്കം രാവിലെ ഒരു ജാപ്പനീസ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു രീതിയാണ്. കഴിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ അത് തുടരാം. പക്ഷേ അങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചാൽ നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കണം. ഉടനെ തന്നെ പണിക്കിറങ്ങുകയോ, വയറിന് ശോധന കഴിഞ്ഞാൽ പോലും നിങ്ങൾ കുറച്ച് നേരം കിടക്കണമെന്നാണ്. കാരണം ഈ ആയുള്ള മാംസപേശികളെല്ലാം നല്ല പണിയെടുത്തിട്ടാണല്ലോ, പെൽവിക്സ് റീജിയനിലൊക്കെ പണിയെടുത്തിട്ടാണ് ഈ മാംസപേശികൾ ഈ മലം പുറത്ത് കളയുന്നത്, പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ ഒരു റെസ്റ്റ്. പ്രത്യേകിച്ച് ശോധന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവർ, ഞങ്ങളുടെ പ്രകൃതിയിലാണെങ്കിൽ എനിമയുണ്ട്, പ്രകൃതി എനിമ വളരെ സിമ്പിളായിട്ട്, വേറെ കുടലിനെ ആമാശയത്തെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഭക്ഷണം കഴിഞ്ഞാലും അതുപോലെ വേണമെന്നുണ്ട്. ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റത്തില്ലാത്ത ഞാൻ ദോശ കഴിച്ചാലോ, ഇഡലി കഴിച്ചാലോ, കഴിക്കാം, പൊറോട്ട കഴിച്ചാലോ? പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും മൈദ, വനസ്പതി, എണ്ണ ചേർന്ന സാധനങ്ങളൊന്നും രാവിലെ കഴിക്കരുത്. കാരണം ബ്ലഡ് സ്വാഭാവികമായിട്ട് തിക്കാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ എപ്പോഴും ലൈറ്റായ സാധനങ്ങൾ, ദോശ, ഇഡ്ഡലിയൊക്കെ ഓക്കെ. ദോശയും ഇഡ്ഡലിയൊക്കെ, ഇഡ്ഡലി പിന്നെയും കുറച്ചുകൂടെ നല്ലതാണ്.
ദോശ വരുമ്പോൾ എണ്ണയിൽ ചേർന്നു വറുത്തു. മസാല ദോശ ഒന്നും വേണ്ട, നെയ് റോസ്റ്റ് രാവിലെ വേണ്ട, നമുക്ക് കൊതിയുണ്ടെങ്കിൽ വൈകിട്ടൊരു സമയത്തൊക്കെ മാറ്റി വയ്ക്കുക. രാവിലെ വേറെ എന്നാ കഴിക്കാൻ പറ്റുന്നത്? രാവിലെ നമുക്ക് വെള്ളയപ്പമാവാം, പുട്ടാവാം, അപ്പം ഈ നമ്മുടെ ഉണ്ടല്ലോ ഓട്സ് കഴിക്കേണ്ടവർക്ക് അങ്ങനെ. ഞങ്ങളുടെ കപ്പ രാവിലെ വേണ്ട, കട്ടിയ കപ്പ നോക്കി സൂക്ഷിച്ചുമാവാം. പണിയെടുക്കുന്ന ഈ നന്നായിട്ട് എല്ലുമുറിയെ പണിയെടുക്കുന്നവർക്ക് കല്ലിട്ടാലും നെയ്യും. അവർ ഈ വ്യാകരണമെന്ന് അവരോട് പറയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ ഈ സമയത്തൊന്നും കാപ്പി കുടിക്കാതിരിക്കുക. കാപ്പി രക്തം കട്ടയാക്കുന്നതിൽ, കട്ടി കൂട്ടുന്നതിൽ ഏറ്റവും വില്ലനായൊരു സാധനമാണ്. കാപ്പി ചായ കുടിക്കാതിരിക്കുക. വേണമെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക, പകരം ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക. അല്ല, ചൂടുള്ള സാധനം വേണം. ചൂടുള്ള വേണമെങ്കിൽ ഇപ്പോൾ ചായക്കും കാപ്പിക്കും വരെ ഞാൻ ജാപ്പി എന്ന് പറഞ്ഞൊരു പാനീയം ഇറക്കുന്നുണ്ട്. എന്നെ പലരും ജാപ്പി ജാപ്പി എന്ന് വിളിക്കുന്ന എൻ്റെ ആദ്യകാലത്തെ ചുക്ക്, ജീരകം, ഉലുവ, മല്ലി, ഏലക്കായ എല്ലാം കൂടി ചേർത്ത് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഒരു 100 ഗ്രാം മല്ലി, 20 ഗ്രാം ജീരകം, 10 ഗ്രാം ചുക്ക്, 10 ഗ്രാം മല്ലി, ജീരകം, ഉലുവ, അല്പം ഗോതമ്പ് പൊടി, അത് ചേർക്കണമെന്നുമില്ല. ഇത് മല്ലി, ജീരകം, ഉലുവ പ്രത്യേകം വറുക്കുക, ഒരു കാപ്പി കളറാകുന്നവരെ വറുക്കുക. ചുക്കും ഏലക്കായ 10 എണ്ണം അതും കൂടെ ചേർത്ത് ഒന്നിച്ച് പൊടിച്ച് ടിന്നിലടച്ച് വയ്ക്കുക. പച്ചവെള്ളത്തിൽ ഈ പൊടിയിട്ട് ശർക്കരയും ഇട്ട് അല്ലെങ്കിൽ ചക്കരയും ഇട്ട് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷമല്ല പൊടിയിടേണ്ടത്, ശർക്കര ചേർക്കേണ്ടത്. നല്ല സുഗന്ധവും രുചിയുള്ള ഒരു പാനീയം ഉണ്ടാക്കാം. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ച്, ഒരു 1/2 സ്പൂൺ പൊടി മതി ഒരു ഗ്ലാസ് വെള്ളത്തിന്. അല്ലാതെ ഏലക്കായയും ചുക്കും മാത്രമായിട്ടും മല്ലിയും ചുക്കും ജീരകമായിട്ടുമൊക്കെ പല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പാനീയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചൂട് വേണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് കഴിക്കണമെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ്, 10 മണിക്കിടക്ക് ജ്യൂസ്. അപ്പോഴും നിങ്ങൾക്ക് പഴം വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കാം. ഇപ്പോൾ രാവിലെ നമുക്കൊരു വെജിറ്റബിൾ സാലഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഈ ചില പഴങ്ങൾ ഉണ്ടാക്കുന്ന ഇൻസുലിൻ സ്പൈക്ക് എന്ന് പറയുന്ന പ്രയാസവും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു പ്രമേയം സംശയമുള്ള ഒരാളാണെങ്കിൽ രാവിലെ നന്നായിട്ട് രുചിയോടെ സാലഡ് ഉണ്ടാക്കുക. രുചിയാണ്, ഉപ്പിടണ്ടേ? വേണ്ട, ഉപ്പല്ലാതെ തേങ്ങാപ്പാൽ ചേർക്കാം, ഇഞ്ചി കൂടുതൽ ചേർക്കാം, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വേണമെങ്കിൽ അല്പം ഉപ്പിട്ടോളൂ. അപ്പോൾ അവിടെ കുറച്ച് ഉപ്പിൻ്റെ ഭാഗം നമ്മൾ ഹിമാലയൻ സോൾട്ടാക്കുക, ഇന്ദുപ്പാക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് ഈ സീ സോൾട്ട് തന്നെ കഴിച്ചുള്ള സോഡിയം കൂടുന്ന ഒരു പ്രയാസം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിൽ മുളപ്പിച്ച ചെറുപയറിടാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ആവി കയറ്റിയും ചെറുപയറും, മുളപ്പിച്ച കപ്പലണ്ടി, അല്പം ആവി കയറ്റിയ അല്ലെങ്കിൽ വറുത്ത തേങ്ങാക്കൊത്ത്, അങ്ങനെ വ്യത്യസ്തത കൊടുക്കാം, രുചി നമുക്ക് വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ പറയുന്നൊരു കാര്യം, ചോറോ ചപ്പാത്തിയോ എന്താ കഴിക്കുക, ആദ്യം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ റോ വെജിറ്റബിൾ കഴിക്കുക. ഒരു 30%, 50% വരെ രാവിലെ ഫ്രൂട്ട്സ് ഉച്ചയ്ക്കും കഴിക്കാം. ഒരു 30 to 50% ഫ്രൂട്ട്സ് തന്നെ കഴിച്ചതിന് ശേഷം വേവിച്ചതേക്ക് വരിക. അപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ശരീരത്തിന് ഏറ്റവും കൂടുതൽ സുഖം തരുന്ന, ശരീരത്തെ തണുപ്പിക്കുന്ന ജ്യൂസ്, ഫ്രൂട്ട്സിൻ്റെ വേവിക്കാത്ത പച്ചക്കറികളുടെ അത് ശരീരത്തിന് കിട്ടി. വേവിച്ചതിൻ്റെ അളവ് നന്നായിട്ട് കുറയുകയും ചെയ്യും. ഒരുവിധം വിശപ്പ് അവിടെ തീർന്നിട്ടുണ്ട്. എന്നിട്ട് ചോറും കറികളും, അവിയൽ, തോരൻ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാം. കഞ്ഞിവെള്ളം അതിനോടൊപ്പം കുടിക്കുന്നത് നല്ലതാണ്. രസമാവാം. അപ്പോൾ മോര് കുടിക്കുന്ന ഒരാളാണെങ്കിൽ, മോരും പാലും ഞങ്ങളങ്ങനെ പറയാറില്ല, അങ്ങനെ കുടിക്കുന്ന ഒരാളാണെങ്കിൽ മോര് വേണമെങ്കിലാവാം. പച്ചവെള്ളം കുടിക്കരുത് അതിനോടൊപ്പം. തേങ്ങ രസങ്ങൾ നിർത്തൂ എന്നുള്ളതുകൊണ്ട് പച്ചവെള്ളം വേണ്ട. അത് കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോഴേക്കും വീണ്ടും ഒരു ജ്യൂസോ കരിക്കോ, ഒരു കരിക്ക് വൈകിട്ടൊക്കെ കഴിക്കാമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കരിക്ക് കഴിക്കാം. കരിക്കിന് തേങ്ങ നല്ലതാണോ? നല്ലതാണ്, ഒന്നിച്ച് കഴിക്കാം. ഒരു മീഡിയം ആയിരിക്കുമല്ലോ പലപ്പോഴും കിട്ടുന്ന കരിക്കിൽ, ആ കാമ്പ് സഹിതം കഴിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. 8 മണിക്കുള്ളിൽ അത്താഴം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണം. ഇല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന കുഴപ്പമില്ലോ. അത് ചോറ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക, കഞ്ഞിയായിട്ടോ ആവർത്തിക്കാതിരിക്കുക. മില്ലറ്റ്സ് എന്തെങ്കിലും ആവാം, അല്ലെ ഫ്രൂട്ട്സ് തന്നെ വീണ്ടും ആവാം, അല്ലെങ്കിൽ സാലഡ് തന്നെ വീണ്ടും ആവാം. അത് നിങ്ങളുടെ ഒരു ഇഷ്ടം. പിന്നെ പല വീടുകളിലും ആളുകൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രാത്രിയാണ്. അപ്പോൾ ഇതെല്ലാം വരും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്കുള്ള സമയത്തും കൂടെ ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ അളവ് തീരെ കുറയ്ക്കാം. ഇവിടെയും നിങ്ങൾക്ക് റോ ഫുഡ്, റോ വെജിറ്റബിൾ, തേങ്ങ, ഫ്രൂട്ട്സ്. അപ്പോൾ നോൺ വെജ് എപ്പോൾ കഴിക്കുന്നേ? നോൺ വെജ് നമ്മൾ പറയും ആരോഗ്യം ശരിയായിട്ടൊരു ആരോഗ്യത്തിൻ്റെ ആ ഒരു എന്തൂസിയാസം ശരിക്കും വേണ്ടവർ കഴിക്കാതിരിക്കുക എന്ന് പറയും. പക്ഷേ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കഴിക്കാതിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ 5 ഇരട്ടി പച്ചക്കറി ആ സ്പോട്ടിൽ ആ സെയിം ടൈമിൽ കഴിച്ചിരിക്കണം. അതൊക്കെ പാടല്ലേ? പാടില്ല. കാരണം ഈ നോൺ വെജിൻ്റെ കുഴപ്പങ്ങൾ പച്ചക്കറി കഴിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 5 ഇരട്ടി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കില്ല. കഴിക്കുന്ന നോൺ വെജിൻ്റെ 5 ഇരട്ടി കഴിച്ചില്ല എങ്കിൽ അതിൻ്റെ ദോഷം നിങ്ങൾ പതുക്കെ അനുഭവിക്കേണ്ടതായി വരും. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം മനുഷ്യന് ചേരില്ല, ദഹിക്കില്ല. ദഹിക്കുന്നത് സായിപ്പ് ആരായാലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം മനുഷ്യന് രോഗത്തിനടുത്തും കഴിക്കണില്ല. ഇപ്പോൾ ഒരു പുലിക്ക് ഒരാടിനെ കിട്ടി, കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അതിൻ്റെ രോഗം കഴിക്കാൻ പറ്റുമോ? അതിൻ്റെ തോല് കഴിക്കുമോ? എല്ല് കഴിക്കുമോ? നമ്മൾ ആ മാംസളമായ ഭാഗം മാത്രം കട്ടെടുത്ത് തിന്നണതുകൊണ്ടാണ് നമുക്ക് ദഹിക്കുന്നത്. പക്ഷെ അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഇത്രയും നീളമുള്ള കുടലിലൂടെ എത്തുമ്പോഴേക്കും ടോക്സിക് ഗ്യാസുകൾ കൂടുതലുണ്ടാകും. ഒരു കടുവലയുടെ, പുലിയുടെ, സിംഹത്തിൻ്റെയൊക്കെ കുടൽ വളരെ കുറഞ്ഞ അളവേ ഉള്ളൂ, 8 അടിയൊക്കെ അതിന് നീളം വരുന്നുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പുറത്ത് പോകണം. അപ്പോൾ മനുഷ്യൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും മാംസാഹാരി അല്ല. മാംസാഹാരിയാകാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഒരു മൃഗത്തെയും അവന് കൊന്നു തിന്നാൻ പറ്റില്ല. ഒരാടിനെ കിട്ടിയാൽ വാക്കത്തി അന്വേഷിച്ച് പോകേണ്ടി വരും. ഒരു സിംഹത്തിനോ പുലിക്കോ അതിൻ്റെ ഭക്ഷണം അതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള അവയവങ്ങൾ ആ ജീവിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ അതിനുള്ളിൽ നിന്നുള്ള മാംസളമായ ഭാഗം മാത്രമേ കഴിക്കുന്നുള്ളൂ. അതിൻ്റെ ദോഷഫലം മാറാൻ നമ്മൾ 5 ഇരട്ടി പ്രോട്ടീൻ കഴിക്കണം. അല്ല, നടക്കത്തില്ലാത്ത കാര്യം 5 ഇരട്ടി വെജിറ്റബിൾ കഴിക്കണം. ഇതുവരെ പറഞ്ഞതൊക്കെ കുറച്ച് പരീക്ഷിക്കാണ്. പക്ഷേ നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഓക്കെ, അപ്പോൾ കഴിക്കുന്ന ആളുകൾ 5 ഇരട്ടി വെജിറ്റബിളും കൂടെ കൂട്ടി കഴിക്കുകയെന്ന് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ അത് പൊരിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ചിക്കൻ കറി വെച്ച് കഴിക്കുക. എൻ്റെ വൈപ്പിൻകരയിൽ 2 ചെറുപ്പക്കാർ 22-24 വയസ്സുള്ള മെയ്സൺ വർക്കേഴ്സ് അറ്റാക്കിൽ മരിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിനോട്. ഇന്ന് ജോൺ ബെർക്ക്മാൻ എൻ്റെ അളിയനുണ്ട്. അന്വേഷിച്ചിട്ട് പറഞ്ഞു, സാറേ അവൻ എപ്പോൾ ഹോട്ടലിൽ കയറിയ ദിവസവും ഒരു പണിക്കാരെല്ലാം കൂടെ ഹോട്ടലിൽ കയറും, പൊറോട്ടയും ബീഫ് ഫ്രൈയുമാണ് കഴിക്കുക. ഇവൻ 2 പ്ലേറ്റ് ബീഫ് ഫ്രൈ മേടിച്ച് കഴിയും. 22-ാമത്തെ വയസ്സിലാവാൻ വെച്ചു. മറ്റവൻ ഇത് തന്നെയാണ്. എറണാകുളത്തെ ഒരു കുട്ടി ഡോക്ടർ 42-ാമത്തെ വയസ്സിൽ അറ്റാക്കിൽ മരിച്ചു. അവൻ എൻ്റെ ഒരു സുഹൃത്ത് ടീച്ചറുടെ വീട്ടിൽ ഫാമിലി ഫ്രണ്ടാണ്. എൻ്റെ സാറേ, അത് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിൽ വന്നാൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും അല്ലാതെ അവന് വേറെ ഒന്നും വേണ്ട. 3-4 നേരം അവനിത് തിന്നുള്ളൂ. 42-ാമത്തെ വയസ്സിൽ ഡോക്ടർ വീണ് മരിച്ചു. നമ്മൾ ഈ സംഭാഷണം നീട്ടിയാൽ ശരിയാവത്തില്ല ഈ ഭക്ഷണ. അതുകൊണ്ട് ബാലൻസ് വേണം. ഒന്ന്, റെഡ് മീറ്റ് ക്യാൻസറിന് കാരണമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ടല്ലോ. അത് തന്നെ തെളിവല്ലേ? ഏതൊക്കെയാണ്? ബീഫ്, മട്ടൺ ഒക്കെ. ചിക്കൻ ആണ് വയറ്റിലേക്ക് വരുന്നത്. പന്നിയോ? പന്നി വളരെ മോശമായിട്ട് കണക്കാക്കുന്നൊരു സാധനമാണ്. ഇസ്ലാമിൽ ഹറാമാണെന്ന് പറഞ്ഞു പോലും മാറ്റി നിർത്തുന്നതാണ്. അത് ശുദ്ധിയുടെ പേരിലാന്ന് തോന്നുന്നു. ശുദ്ധിയുടെ പേരിലൊക്കെ തന്നെയായിരിക്കും അല്ലേ? എന്തായാലും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. ഇനി അമേരിക്കയിൽ PCR എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർമാരുടെ സംഘടനയുണ്ട്. 17,000 ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അതിൽ അംഗങ്ങൾ. അവർ പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് ഏറ്റവും ഐഡിയൽ. അനിമൽ പ്രോട്ടീന് നമ്മളുടെ ശരീരത്തിന് പ്രയാസങ്ങൾ പലതുണ്ടാക്കും. മുഴകളായിട്ടും ട്യൂമറുകൾ, ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ്. കാരണം ഭക്ഷണത്തിന് ജാതിയുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. നമ്മൾ കരുതണ പോലെ അല്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ആഹാര പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇതിലുള്ള. വൈപ്പിനിൽ നിന്ന് ജേക്കബ് ഉള്ള പരീക്ഷണങ്ങൾ പലതും തുടങ്ങി. എനിക്ക് സ്വാശ്രയ വൈപ്പിൻ, അതെന്തായിരുന്നു? അത് വൈപ്പിന് 25 കിലോമീറ്റർ നീളമുള്ള ഒരു ദ്വീപാണ്. ഒരു 1/2 കിലോമീറ്റർ തുടങ്ങി 4-5 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 50,000 കുടുംബങ്ങൾ ആ സമയത്തുണ്ട്. അപ്പോൾ ഈ വൈപ്പിൻകരയിലുണ്ടാകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. വൈപ്പിൻകരയിലെ തുണിക്കടകളിൽ നിന്ന് ഞങ്ങൾ ചെറുപ്പക്കാർ തുണിയെടുക്കില്ല. ഞങ്ങൾ എറണാകുളത്ത് ജോസ് അവിടെയൊക്കെ പേര് കേട്ട് വന്നെടുത്തിട്ട് അവിടെ തന്നെ തയ്ക്കാൻ കൊടുക്കും. ഒരു ദിവസം ഞാൻ കണ്ടു അതിൻ്റെ പുറകിലിരുന്ന് തയ്ക്കുന്ന എൻ്റെ അയൽക്കാരനാണ്.
അയാൾ സ്വന്തമായിട്ടൊരു കട വൈപ്പിനിട്ടാൽ ഞങ്ങൾ തയ്ക്കാൻ കൊടുക്കില്ല, ഫാഷൻ എറണാകുളത്താണ്. അപ്പോൾ ഈ ഒരു കൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വൈപ്പിങ്കരക്കാർ മുഴുവനും ബസ്സും ബോട്ടും കയറി എറണാകുളത്ത് പോയി ഈ തൊഴിൽ ചെയ്യണം. എന്തുകൊണ്ട് ഇത് വൈപ്പിനിൽ തന്നെ ആയിക്കൂടാ? അത്രയും ട്രാൻസ്പോർട്ടേഷൻ കുറയും, ജനങ്ങളുടെ ദുരിതം കുറയും, അത്രയും സാമ്പത്തികം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് വൈപ്പിങ്കരയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ 18 സോപ്പ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, ബാർ സോപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം പട്ടിണിയിലാണ്. ആളുകളെല്ലാം 501 എന്ന് പറഞ്ഞിട്ട് ടാറ്റയെ നന്നാക്കാൻ ഈ കാശ് മുഴുവൻ അങ്ങോട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് പരസ്പരം നമ്മളുടെ അടുത്തുള്ള സോപ്പ് വാങ്ങി അയാളുടെ കുടുംബത്തിന് ആഹാരം കൊടുത്തുകൂടാ? അപ്പോൾ അങ്ങനെ ഒരു തൊഴിൽ സങ്കല്പത്തിൽ സ്വാശ്രയ വൈപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അതേപോലെ തന്നെ മുഖാമുഖ തൊഴിൽ ഈ ഭാഗം, പ്രകൃതി കൃഷി, വീട്ടുകൃഷി, വീട്ടിലെ അമ്മമാർക്കെല്ലാം ഞങ്ങൾ വിത്തുകൾ കൊടുക്കും. വിത്ത് കൊടുത്ത് അവർ നട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. മോനെ വാ, നമ്മുടെ പയർ എടുത്തിട്ടുണ്ട്, പയറുണ്ടായിട്ടുണ്ട്, കുറച്ച് കൊണ്ടുപോയിക്കോ, ചീര മുറിച്ച് തരാം. നമ്മളെ അവർ അടുക്കളയുടെ അപ്പുറത്തേക്ക് ആ വീട് നമ്മളൊരു ബന്ധു ആയിട്ട് മാറി. പിന്നെ കുട്ടിക്കൂട്ടങ്ങളുണ്ടായിരുന്നു വൈപ്പിനിൽ. ഞങ്ങളുടെ കുട്ടികളെ ഒരു ദിവസം ക്യാമ്പ് നടത്തും, പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. 10 കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ, കൂടെ ഒരു മുതിർന്ന ആളുണ്ട്, അയാൾ മിണ്ടാൻ പാടില്ല, ഒബ്സർവ് ചെയ്യുക. എക്സൈസ് ഓഫീസ്, പള്ളി, അമ്പലം, ബാങ്ക്, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഇതെല്ലാം പോയി കണ്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതി തരണം. ഞങ്ങളുടെ പിള്ളേർക്കുണ്ടായ മാറ്റമെന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമൊന്നുമല്ല. ഇപ്പോഴും ആ കുട്ടികളൊക്കെ വലിയ നിലകളിലേക്ക്. എത്ര കാലം നീണ്ടു മൂവ്മെൻറ്റ്? ആ മൂവ്മെൻറ്റ് ഞങ്ങൾ 1900 തുടങ്ങി. 1990 തുടങ്ങി. 1990 സോറി 1900 നമ്മുടെ ഒരു മന്ത്രിയെ പോലെ ആയിപ്പോയി. 1990 തുടങ്ങി. അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് 95 കൂടി വൈപ്പിനിലെ പാലത്തിൻ്റെ കായൽ നികത്തൽ, ഗോശ്രീ പ്രൊജക്റ്റ് വന്നു. 1000 ഏക്കർ കായൽ നികത്താനുള്ള. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ പ്രഖ്യാപിച്ചു, കായലിൽ നിന്ന് മണ്ണെടുത്ത് കായലിൽ വയ്ക്കും. അപ്പോൾ കായൽ നികത്തുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഈ നികത്തുന്ന സ്ഥലം മൾട്ടിനാഷണലുകൾക്ക് വിറ്റ് ആ കിട്ടുന്ന കാശ് കൊണ്ട് നികത്തിയ സ്ഥലത്തിൻ്റെ വികസനം നടത്തും. വൈപ്പിനിൽ പാലവും തരും. ഈ പദ്ധതിക്ക് ആരെങ്കിലും എതിര് നിന്നാൽ എൻ്റെ സ്വഭാവം മാറും. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ മൈക്ക് വെച്ച് കിട്ടിയിട്ട് ഇയാളാരാണ്, ചക്രവർത്തിയാണോ എന്ന് ചോദിച്ചു. കായൽ നികത്തുന്ന ഈ പദ്ധതി കൊള്ളയാണ്. അതോടെ എൻ്റെ വലിയൊരു കഷ്ടകാലമെന്ന് പറയാൻ പറ്റില്ല, വലിയ എതിർപ്പും പ്രശ്നങ്ങളൊക്കെ ആയി. പാലത്തിനെതിരെ നിൽക്കുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ പാലത്തിന് നാട്ടുകാരാഗ്രഹിച്ചിരുന്നു. ഞാനും പാലത്തിന് വേണ്ടി സമരമൊക്കെ ഒരു കാലത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, 300 രൂപയ്ക്ക് ഒരു സെൻറ്റ് സ്ഥലം വൈപ്പിന് കിട്ടുമായിരുന്നു ഈ പാലത്തിൻ്റെ ആദ്യ നാളുകളിൽ. പാലം 3000 രൂപ, ഒരു പ്രയാസമില്ലാണ്ട് 3000 രൂപ ഒരു സെൻറ്റിന്. ഒരു യാചകന് അല്ലെങ്കിൽ ഒരു പെട്ടിക്കട നടത്തുന്ന ആൾക്കും 3000 വെച്ചിട്ട് 10 സെൻറ്റ് സ്ഥലം, 30,000 രൂപ കൊടുത്തൊരു 10 സെൻറ്റ് സ്ഥലം വേണ്ടി വീട് വെച്ച് താമസിക്കുന്ന സ്ഥലമായിരുന്നു. അത് വീണ്ടും സാധിക്കുമായിരുന്നു. പാലം വന്ന് നഗരമായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നഗരത്തിൻ്റെ വില തന്നെ ഇവിടെയും വരും. അതോടെ വൈപ്പിങ്കരയിലെ പാവങ്ങൾ ഈ പാലത്തിലൂടെ കെട്ടുംകടയായിട്ട് ഒരു പോക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ വൈപ്പിങ്കരയിലെ ഈ ദ്വീപുകൾ, വൈപ്പിങ്കര മാത്രമല്ല, മുളകുകാട്, കോതാട്, പനങ്ങാട്, അങ്ങനെയുള്ള ദ്വീപുകളിലെ ജനങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം. ജമ്മു കാശ്മീരിലൊക്കെ ഉണ്ടായ പോലെ ഈ സ്ഥലം പുറത്തുനിന്ന് വരുന്നവർ വാങ്ങാൻ പാടില്ല. അത് സർക്കാർ തയ്യാറാവില്ലേ? ഈ സ്ഥലം മുഴുവൻ മറിച്ച് വെക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ കളിയാണല്ലോ. അപ്പോൾ വൈപ്പിങ്കരയിലെ ചെറുപ്പക്കാർ ഞങ്ങളുടെ നേരെ സാധാരണ പൊരുത്തനോട് ഞാൻ ചോദിച്ചു, എടോ നമുക്ക് നമ്മുടെ സ്ഥലമൊക്കെ വിറ്റാൽ നല്ല വില കിട്ടൂലേ പാലം വന്നു കഴിഞ്ഞാൽ? അത് കിട്ടും. നിങ്ങൾക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? 7 സെൻറ്റ്. എത്ര ചേട്ടനിയന്മാരുണ്ട്? 3 പേര്. അപ്പോൾ തനിക്ക് എത്ര കിട്ടും? അത് താൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ വിൽക്കാൻ ഉദ്ദേശിക്കില്ല, പിന്നെ എന്ത് മെച്ചമുണ്ടോ? താൻ താമസിക്കുന്ന സ്ഥലത്തിന് 1 കോടി കിട്ടുന്ന സ്ഥലത്താണ് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് വിറ്റ് നിങ്ങൾ പോകേണ്ടി വരും. ഡെവലപ്മെൻറ്റ് ഷോക്ക്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് സമരം തുടങ്ങിയത്. പക്ഷേ അവർ പണിയെടുത്തു, നമ്മുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി. എന്നാലും ഞാൻ കേസ് കൊടുത്തു, സുപ്രീം കോടതി വരെ. മേനക ഗാന്ധിയുടെ ആ കേസിൽ കയറി. അങ്ങനെ 500 ഏക്കർ കായൽ നികത്തരുത്, 500 ഏക്കർ നികത്തിക്കൊള്ളാനും കോടതിയിൽ നിന്ന് വിധി വന്നു. പാലത്തിന് വേണ്ടി മാത്രം എന്ന നിലയ്ക്ക്. പക്ഷേ അതോടെ വൈപ്പിങ്കരയിൽ ഒരുവിധമുള്ള ആളുകൾ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ വൈപ്പിങ്കരയിൽ ഒരു 3 ഹർത്താൽ ഞാൻ എന്നുള്ള നിലക്ക് നടത്തിയിട്ടുണ്ട്. ബോട്ട് സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും കുടിവെള്ളക്ഷാമത്തിൻ്റെ സമരമൊക്കെ ആളുകൾ പതിയെ വിട്ടു. അതോടെ ആട് നമ്മളെ ഒരുവിധം. പക്ഷെ എന്നാലും സാധാരണക്കാർ എന്നോടൊപ്പം നിന്നു, അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്നാൻ അവിടെ.
അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹോട്ടൽ തുടങ്ങി. ആ സമയത്താണ് 1996 അരുവിക്കുരുവി, അരുവിക്കുരുവി പൂങ്കുരുവി എന്നുള്ള പേരിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പ്രകൃതി ഹോട്ടൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഗുരുതരമായി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു കള്ളനാണ് എന്നുള്ള തലത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പ്രചരണം. ഇൻ്റർനാഷണൽ എയർപോർട്ട് നടത്തുന്നിടത്തുള്ള ആളുകളുടെ സമരത്തിന് ഞാൻ അതൊക്കെ നേതൃത്വം കൊടുത്തു. അതോടെ ശക്തിമത്തായ പത്രങ്ങളെല്ലാം നമുക്ക് വികസന വിരുദ്ധനായിട്ട് മുദ്രയടിക്കപ്പെട്ടു. അപ്പോൾ ഒരു ദിവസം 2-3 ക്ലാസ്സിന് ഓടി നടന്നിരുന്ന ഞാൻ അത്രയും തിരക്കില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ആളുകൾ ചില രാഷ്ട്രീയക്കാർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ വല്ല സന്തോഷം, ഇപ്പോൾ ജേക്കബും ഞങ്ങളോടൊപ്പം തന്നെ കള്ളനാണല്ലോ എന്നുള്ള നിലയ്ക്കുള്ള. പക്ഷേ അഴീക്കോട് സാറ് ശക്തമായ പിന്തുണ വന്നു. സാറ് പലയിടത്തു നിന്നൊക്കെ അന്വേഷിച്ച് പ്രശ്നങ്ങളുടെ നിജസ്ഥിതിയൊക്കെ മനസ്സിലാക്കുകയും പിന്നെ മൻമോഹൻ സാറിനോടൊപ്പം സാർ എന്നെ കാണുന്നതാണ്. സാറ് പിന്തുണ വന്നു. അഴീക്കോട് സാറോട് പിന്നെ തീവ്രമായ ബന്ധമായിരുന്നു. സാറും എൻ്റെ അമ്മയും. അമ്മ പറഞ്ഞു, ലോകം നന്നാക്കാൻ വന്ന ക്രിസ്തുവിനെ ആളുകൾ കുരിശി തെറിച്ച് വന്നു, പിന്നെയാണ് എൻ്റെ മകനെന്ന് ചോദിച്ചത്. ഭയങ്കര ഒരു. അപ്പോൾ അഴീക്കോട് സാറ് പിന്തുണ വന്നു. അങ്ങനെയാണ് ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഞാൻ പ്രകൃതിയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിർബന്ധിതനാകും. ഏതാണ് ആദ്യത്തെ പ്രകൃതി ചികിത്സാ കേന്ദ്രം? ആലുവയിൽ നവജീവന കേന്ദ്രം എന്ന് പറഞ്ഞ് ട്രാൻസ്പോർട്ട് റൂട്ട് വരുമ്പോൾ അവർ ചാലക്കലാണ്. ഇല്ല, അവിടെ നമ്മൾ തുടങ്ങുന്നത് ഗാന്ധിയൻ പ്രവർത്തനങ്ങൾ പതിയെ കുറച്ചു. ആ സമയം തുടങ്ങി മൂവ്മെന്റുകൾ. പക്ഷേ ഗാന്ധിയൻ പ്രിൻസിപ്പിളിലാണ് നടക്കുന്നത്. പിന്നെ അത്യാവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളോട് സഹകരിച്ച നമ്മൾ പരിചയപ്പെടുന്ന ഗാന്ധി മണ്ഡലത്തിൽ. ഞാൻ ജീവിതത്തിൽ പിന്നീട് മനസ്സിലാക്കിയ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളിലുള്ള എല്ലാ മനുഷ്യരും സ്വാർത്ഥതയില്ലാത്ത നല്ല മനുഷ്യരായതുകൊണ്ട് അവർ വേറെ ആരും അംഗീകരിക്കത്തില്ല. ഇടിച്ചു കയറി അവരോടത്ത് പോയെന്ന് വരും. അവരുടെ ഈ ഐഡിയോളജി മാത്രമാണ് ശരി. അതുകൊണ്ട് ഒരിക്കലും ഈ ഗാന്ധിയൻ മൂവ്മെന്റ് മുമ്പോട്ട് പോകാൻ വലിയ പാടാണ്. കാരണം ആരും പരസ്പരം സഹകരിക്കണ്ടേ. എല്ലാവരും ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും ഇച്ചിരി സാമ്പത്തിക തിരുമലയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോകും. ഇവരെല്ലാം ആവശ്യമില്ല. ആ സത്യസന്ധരാണ്. ഇവർക്കൊക്കെ ആത്മാഭിമാനം കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധിയൻ നേതാക്കൾ മത്തായി സാറിനെ പോലുള്ളവരൊക്കെ അവർക്ക് മറ്റൊരു കരിയർ കൂടി ഉള്ളത് കൊണ്ട് അവരൊക്കെ സർവൈവ് ചെയ്തു. അധ്യാപകനാണ്. അല്ലാത്തതെല്ലാം അത് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ ആ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ജേക്കബിന് കുറ്റം പറയുന്ന വലിയ ഗാന്ധിയന്മാർ എൻ്റെ കൂടെ ഉണ്ട്. ഈ പറയുന്ന ആളോട് എനിക്കിഷ്ടമാണ്. കാരണം അവർ നിസ്വാർത്ഥരാന്ന് എനിക്കറിയാം. പക്ഷെ ജേക്കബിനോട് കുറ്റം പറയാം. അപ്പം ഞാൻ അതിന് ശേഷം മനസ്സിലാക്കിയത് ഒരു പക്ഷെങ്കിൽ ജേക്കബിൻ്റെ ഒരു വഴി വെട്ടിത്തെളിക്കുകയും ജേക്കബിൻ്റേതായ സർവൈവൽ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവർക്ക് അത് സാധിക്കാത്തതിൻ്റെ അസ്വസ്ഥയാവുന്നതാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അതും അങ്ങനെയല്ല. പലപ്പോഴും നമ്മൾ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളിലുള്ള പലർക്കും വേറെ അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. അവർ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിനുള്ളിൽ അവർ ആനന്ദത്തോടെ മുന്നോട്ട് പോവുകയാണ്. അവരത് അത് വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യം എന്ത് കാര്യമുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ സംഭവിച്ച വേറൊന്നാണ്. ഇപ്പോൾ ഗാന്ധിയൻ രംഗത്തുള്ള പലരും തിരിച്ചറിയുന്നൊരു കാര്യം, ഞാൻ ഇന്ന് വരെ ഈ പ്രകൃതി ചികിത്സ ചെയ്തിട്ടും വിദേശത്ത് പോയിട്ടും ഒക്കെ 10-14 രാജ്യങ്ങളിൽ ഞാൻ പോയി. വിയറ്റ്നാമിൽ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഹോജിമിൻ സിറ്റിക്ക് അടുത്ത്. തായ്ലാൻഡിൽ സബ് സെൻറ്ററുകൾ, എന്നെക്കുറിച്ച് 4 പുസ്തകം തായ്ലാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലുള്ളതുപോലെ തന്നെ ഒരു സ്വാധീനം ഏതാണ്ട് അവിടെ. ഈ പണം മുഴുവനും ഈ പ്രസ്ഥാനങ്ങൾ, ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്കും പ്രകൃതി ചികിത്സാ പ്രചരണത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചതല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു സാമ്രാജ്യം വേറെ കെട്ടിപ്പടുക്കലുണ്ടായിരുന്നില്ല. ഇപ്പം പ്രകൃതി ചികിത്സയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. മെയിൻലി പ്രകൃതി ചികിത്സ. എത്ര സെന്ററുകളുണ്ട്? 7 ഹോസ്പിറ്റലുകൾ നമുക്കിപ്പോഴുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടിക്കാട് നേച്ചർ ലൈഫ്. നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ. അവിടെ പക്ഷേ അഡ്മിഷൻ കിട്ടത്തില്ലെന്നാണല്ലോ പറയുന്നത്. അത്രയും തിരക്കാണ്. 3 മാസം 4 മാസമൊക്കെ വേണ്ടി വരും ബുക്കിംഗ് കിട്ടാനായിട്ട്. അല്ല, കോഴിക്കോട് നമുക്ക് 10-40 മുറികളുള്ള, കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് മെയിൻ ഉണ്ട്. തൃശ്ശൂർ പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, കോടന്നൂർ നല്ലൊരു കേന്ദ്രമുണ്ട്. ആലുവയിൽ, തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയ്ക്കടുത്ത് ഉറിയാക്കോടുണ്ട്. വെട്ടിക്കോട് നമ്മുടെ കറ്റാനം കായംകുളം അടൂർ റൂട്ടിൽ നാഗരാജ ക്ഷേത്രത്തിനടുത്തുണ്ട്. ആലപ്പുഴയിൽ ഇപ്പോൾ തുഷാർ ഗാന്ധി എല്ലാം ആലപ്പുഴയിലാണ് വന്നത്. കാരണം കായലിൻ്റെ തീരത്താണ്, ബോട്ട് ട്രിപ്പ് അറ്റാച്ച്ഡ് ആണ്. പേഷ്യൻസിനെയും കൊണ്ട് ഞങ്ങൾ കുട്ടനാട്ടിലൂടെ ഇങ്ങനെ കറങ്ങും. അവരുടെ മനസ്സതോടെ ലഘുവായി. കോഴിക്കോടാണ് സിവിൽ സ്റ്റേഷൻ്റെ മെയിൻ ഗേറ്റിനടുത്ത്. അങ്ങനെ 7 സെൻറ്ററുകളാണ് ഇപ്പോഴുള്ളത്. ഈ സെൻറ്ററുകളിലെ സിസ്റ്റം എന്താണ്? നിങ്ങൾക്ക് മരുന്നില്ല. അവിടെ വന്നാൽ എത്ര ദിവസം താമസിക്കണം? നമുക്ക് സാധാരണ രീതിയിൽ ഒരു വ്യത്യാസം വരാനായിട്ട് ശരീരത്തിന് 2 ആഴ്ച എടുക്കും. ചിലർക്ക് 1 മാസം വേണ്ടി വരും.
ഏത് രോഗാവസ്ഥയിലുള്ള ആളാണെങ്കിലും ഈ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗം മറ്റുള്ളിടത്തൊക്കെ പോയിട്ട് രക്ഷയില്ലാത്തവരാണല്ലോ നമ്മുടെ അടുത്തേക്ക് കൂടുതലും വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഈ പലരുടെ അനുഭവങ്ങൾ കണ്ട് വീട്ടിൽ തന്നെയുള്ള അച്ഛൻ്റെ അമ്മയുടെ അനുഭവം കണ്ട് ചെറുപ്പക്കാരുമൊക്കെ ധാരാളമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യേണ്ടത്? ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറുകൾ വിളിച്ച് ബുക്ക് ചെയ്യാം. നമ്പർ എനിക്ക് തരണം, ഞാൻ എഴുതി കാണിക്കാം. നമ്പർ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ഏത് സെന്ററിൽ ആ സെന്റർ നമ്പർ ബുക്ക് ചെയ്യാം. അതുപോലെ മറ്റൊന്ന്, ഫീസ് നമുക്കൊരു 1700 തുടങ്ങിയിട്ട് ഡെയിലി 2000, 3000, ഇപ്പോൾ പട്ടിക്കാടാണെങ്കിൽ 5000 വരെയുള്ള പട്ടിക്കാട് നല്ല റേറ്റ് കൂടുതൽ നമുക്ക് കോട്ടേജുകളുണ്ട്. സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു 1700 തുടങ്ങി 2500 ഉള്ളിൽ നിൽക്കുന്ന ചാർജ്. ഭക്ഷണവും താമസവും ചികിത്സയും എല്ലാം കൂടി മെയിനായിട്ട് അതാ വരുന്നത്. ഡോക്ടർമാരൊക്കെ ഉണ്ട് എല്ലായിടത്തും. ഡോക്ടർ നമുക്ക് BNYS കഴിഞ്ഞാൽ, ചിലർക്ക് BAMS കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആയുർവേദമുണ്ട്. ആയുർവേദത്തിൻ്റെ നമ്മൾ ചെയ്യാറില്ല അപ്ലിക്കേഷൻ. ഇപ്പോൾ അത് പട്ടിക്കാട് മാത്രമാണ്. ആണെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അതും മരുന്നായിട്ടല്ല. ജേക്കബ് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ ആളുകളെ പഠിപ്പിക്കുക, പ്രകൃതി പഠിപ്പിക്കുക, ഇരിക്കണ കൊമ്പും മുറിക്കുക എന്നുള്ള ഏർപ്പാടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ മാസവും 1-ാം തീയതി കാഞ്ഞങ്ങാട് നിന്ന് ഓരോ ജില്ല കയറി 14-ാം തീയതി ആകുമ്പോൾ തിരുവനന്തപുരത്ത് സമാപിക്കും. ആരാ സംഘാടകർ? ഓരോ ജില്ലയിലും ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് സംഘാടകർ. അവിടെ പോയി ക്ലാസ് എടുക്കും. അവിടെ ക്ലാസ്, കൺസൾട്ടേഷൻ. ആളെ വരും ആവശ്യത്തിന്. എല്ലായിടത്തും ആളുണ്ടാവും. വയനാട് ഇടയ്ക്ക് മുടങ്ങാറുണ്ട്, ഇടുക്കി ഇടയ്ക്ക് മുടങ്ങാറുണ്ട്. അങ്ങനെ 2-3 ജില്ലകൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒഴിവാകും. പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനങ്ങളിൽ, ഖാദി പ്രവർത്തനങ്ങളിൽ, ഖാദി ഫെഡറേഷൻ, അതുപോലെ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ കൊച്ചിൻ കേന്ദ്രം ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഈ മാസം തുടങ്ങി അടുത്ത മാസം തുടങ്ങിയിട്ട് ഓരോ ജില്ലയിലും 1-ാം തീയതി തുടങ്ങി. ഇപ്പോൾ 1 കാസർഗോഡ്, 2 കണ്ണൂർ, 3 വയനാട്, 4 കോഴിക്കോട്, 5 മലപ്പുറം, 6 പാലക്കാട്, ഇങ്ങനെ 14 ദിവസം വരുമ്പോൾ വൈകിട്ടൊരു സർവ്വമത പ്രാർത്ഥന കൂടെ എല്ലാ ജില്ലയിലും നടത്താനുള്ളൊരു ഗാന്ധിമാർഗ സംഘടനകളെല്ലാവരും കൂടിയിട്ട്. കാരണം മതത്തിൻ്റെ പേരിലൊക്കെ മനുഷ്യരിലൊരു വൈരാഗ്യം ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റവും കൂടെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അന്ധമായിട്ട് വിശ്വസിച്ചും നമ്മളുടെ അടുത്ത് തന്നെ വന്ന് നിന്ന് അല്ല, പഠിച്ചെടുക്കുക. നമ്മുടെ ഹോസ്പിറ്റലിൽ ദിവസവും ക്ലാസ് എടുക്കുകയാണ്, ഡോക്ടർമാർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയാണ്. ഒരു രഹസ്യവും നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. ഒരു രോഗി എന്ത് ചികിത്സയാണ് ചെയ്യുന്നതെന്നുള്ള രോഗി അറിഞ്ഞിരിക്കും. വീട്ടിൽ പോയാൽ അയാൾക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്യാറില്ല. പിന്നെ ഒരു 10-14 പുസ്തകങ്ങളുണ്ട്. ഞാൻ തന്നെ എഴുതിയ 12 പുസ്തകമുണ്ട്. പ്രമേഹത്തെക്കുറിച്ചൊക്കെ, പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ, പ്രകൃതി പ്രഥമ ചികിത്സകൾ, രോഗമില്ലാത്ത ജീവിതം, എന്തുകൊണ്ട് നേച്ചർ ലൈഫ്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് ചെയ്തു നോക്കാൻ യാതൊരു കുഴപ്പമില്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തണം. ഇത് ശാസ്ത്രീയമാണോ, ശരിയാണോ, ശാസ്ത്രീയതിനേക്കാൾ കൂടുതൽ സത്യമാണോ, എവിഡൻസ് ഉണ്ടോ. യഥാർത്ഥ എവിഡൻസ് നമുക്കാണുള്ളത്. അവർ എവിഡൻസ് ബേസ് എന്ന് പറയുമെങ്കിൽ. ജയിലിലും കടന്നു 2 തവണ അല്ലേ? ജയിലിൽ കടന്നു. ഏത് വിഷയം? ഒന്ന് കോവിഡ് കാലത്ത്, ഒന്ന് കോവിഡ് കാലത്തല്ല, കോവിഡിന് മുമ്പ്. നിപ്പയല്ല, നമ്മുടെ പ്രളയം കഴിഞ്ഞപ്പോൾ. പ്രളയമാണ് ജനങ്ങളെ ഈ മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചതിൽ ഒരു സാധനം. കാരണം മരുന്ന് മുഴുവൻ പ്രളയത്തിൽ ഒഴുകിപ്പോയി, മരുന്നില്ലാണ്ട് ടെറസിൻ്റെ മുകളിലേക്കാണ്. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, സാറേ എൻ്റെ അപ്പച്ചനും മുടങ്ങരുതെന്ന് പറഞ്ഞ മരുന്നൊക്കെ വെള്ളത്തിൽ ഒഴുകിപ്പോയി, അപ്പച്ചൻ മരിച്ചു പോകുമെന്ന് കരുതി. ഒരാഴ്ച ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ മുകളിൽ കയറി നിൽക്കേണ്ടി വന്നു. ഒന്നും സംഭവിച്ചില്ല. അല്ല, കോവിഡിൽ ആശുപത്രികൾ അടച്ചിട്ടു, മരുന്ന് കിട്ടാതെയായി. 30,000 മരണം കേരളത്തിൽ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആരോഗ്യവകുപ്പ് ഡോക്സിസൈക്ലിൻ എല്ലാവരും കഴിക്കണമെന്ന് വിതരണം തുടങ്ങി. ഇപ്പോൾ ഒരു അമേരിക്കൻ മെഡിക്കൽ ടെക്സ്റ്റ്, കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ്, പബ്ലിഷ്ഡ് ബൈ ഫാർമസിസ്റ്റ് അസോസിയേഷൻ. ഇത് ഇംഗ്ലീഷിൽ വായിച്ച് മലയാളത്തിൽ പറഞ്ഞതിനാണ് കെ ശൈലജ പോയി DGPയെ കണ്ട് നിർബന്ധിച്ച് എന്നെ അറസ്റ്റ്. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തടയുന്നു. അല്ല, എന്താണ് പറഞ്ഞത്? ഇംഗ്ലീഷിൽ വെച്ചിട്ട് ഈ മരുന്ന് കഴിക്കുന്ന 50% ആളുകൾക്കും സൈഡ് എഫക്ട്സ് വരും, 10% ആളുകളും മരിക്കാൻ സാധ്യതയുണ്ട്. അതായിരുന്നു ആ മെഡിക്കൽ ടെക്സ്റ്റ്. അതിൻ്റെ പേരിൽ കേസെടുത്തു. അതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ പേരിലൊന്നും കേസെടുത്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാൻ വന്നത് ക്രൈംബ്രാഞ്ചാണ്. അറസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ സർക്കിൾ പറഞ്ഞു, എൻ്റെ വൈഫും സാറിൻ്റെ പേഷ്യൻ്റാണ്, അവൾ 5 കൊല്ലം ഇപ്പോൾ രോഗമൊന്നും ഇല്ലാണ്ട് ജീവിക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും സാറേ മോളിന്ന് പറഞ്ഞാൽ. അപ്പോൾ പിണറായി കയറിയപ്പോൾ തന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ച് ജേക്കബിനെ ഉള്ളിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത് കേട്ട ഒരു പത്രലേഖകൻ എന്നോട് പറഞ്ഞിരുന്നു.
ജേക്കബേ ഒരാളോടൊരു വാക്ക് തർക്കത്തിനും പോകരുത്, അത്രയ്ക്ക് ഇതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പറയാതിരിക്കാനുള്ളത് ഇത് പേടിച്ചിട്ടൊന്നും പറയാതിരിക്കാൻ പറ്റുകയില്ല. എന്നിട്ട് ആ കേസ് ജയിലിൽ അടച്ചു. അതിൽ അറസ്റ്റ് ചെയ്തു, തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, കോടതി പ്രൊഡ്യൂസ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അപ്പോൾ ജയിലെന്ന് ശരിക്കും പറയാൻ പറ്റില്ല, പക്ഷേ റിമാൻഡ് ചെയ്തു. ഞാൻ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഉപവാസം തുടങ്ങി. ലോങ് ആയിട്ടുള്ളൊരു ഫാസ്റ്റിങ്ങിന് നമുക്ക് വരെ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ 7 ദിവസം പച്ചവെള്ളത്തിൽ ഉപവസിച്ചപ്പോഴേക്കും സ്വാമി അഗ്നിവേശ്, മേധാ പട്കറൊക്കെ മെസ്സേജുകൾ കൊടുത്തേക്കാൻ തുടങ്ങി. ഇനി ഉപവസിച്ച് അവർ ഡ്രിപ്പ് ഇടാൻ വേണ്ടി ആശുപത്രി കൊണ്ടുപോയ ഡോക്ടർമാരവിടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ കരിക്കും വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കള്ളന്മാരെ കയറ്റി കരിക്കിടിച്ച് തന്നു. ജയിലിൽ കരിക്കൊക്കെ കുടിച്ച് സുഖമായിട്ട് റെസ്റ്റ് ചെയ്ത് 13ാമത്തെ ദിവസമാണ് ജാമ്യം കിട്ടുന്നത്. ജാമ്യം കിട്ടി ഞാനൊരു നല്ല പദയാത്ര നടത്തി രക്തസാക്ഷി മണ്ഡപം വരെ വന്നിട്ടൊക്കെയാണ്. എനിക്ക് ഒരു തവണ ജയിലിൽ പോയുള്ളൂ. അല്ലില്ല, അതിനു മുമ്പ് വൈപ്പിനിലെ ബസ് സമരത്തിൽ ബസ്സിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കേസൊക്കെ തീർന്നു. അതൊക്കെ തീർന്നു. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പേരിൽ ഒരു കേസുണ്ടായിരുന്നതും കോടതി എന്നെ വെറുതെ വിട്ടു. ഇനിയുണ്ട് 2-3 കേസുകൾ കോടതി കിടപ്പുണ്ട്. അപ്പം ഓക്കെ, ജേക്കബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരുന്നു. അതിനുള്ള ശക്തമായൊരു പിന്തുണ മറുനാടൻ തരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ജനങ്ങൾക്ക് കുറേയൊക്കെ അറിവുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിങ്ങനെ ഒരു ഫുൾ ടൈം മാറ്റുന്നതിന് ഇപ്പം ഞാൻ പ്രകൃതി ചികിത്സ അംഗീകരിക്കുകയും ജീവിതശൈലി മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുന്നു. കുറച്ച് കാലമായിട്ട് ഇപ്പം ഞാൻ പഞ്ചസാര ഉപേക്ഷിച്ചു, ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പച്ചക്കറി അങ്ങോട്ട് എനിക്ക് വിശ്വാസം കിട്ടുന്നില്ല. നല്ല പച്ചക്കറി ഇത്രയൊരു സാഹചര്യമുണ്ട്, എന്നാലും ഉണ്ടാക്കിയെടുത്ത് ചെയ്യാം. പക്ഷേ പച്ചക്കറികളിലെല്ലാം ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ടും ഫ്രഷ് ആണെങ്കിൽ ഇതിൽ കുറേയൊക്കെ അതിന് തന്നെ ചേർത്ത് വെക്കാൻ പറ്റും. കഞ്ഞി വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുത്താൽ പച്ചക്കറിയുടെ പുറത്തുള്ള കഞ്ഞി വെള്ളത്തിൽ വെറുതെ പെട്ടെന്ന് തന്നെ 1.5 മണിക്കൂർ വെള്ളത്തിൽ ഇടണം. മഞ്ഞളാണെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഇതാകുമ്പോൾ കഴുകി അപ്പം തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ ഒരു 85-90% പോയി കിട്ടും. പിന്നെ കഴിയുന്നതും കേരളീയന് മട്ടുപ്പാവിലും ഒക്കെ കൃഷി. ഒരു വലിയ പ്രവർത്തനം നടക്കുന്നത് ഗാന്ധി ഭവനിൽ, തിരുവനന്തപുരത്ത് തൈക്കാട് ഗാന്ധി ഭവനിൽ എല്ലാ ശനിയാഴ്ചയും ഫാർമേഴ്സ് ജേർണലിസ്റ്റ് ഫോറം ഓർഗാനിക് ചന്ത നടത്തുകയാണ് മട്ടുപ്പാവിൽ. അല്ല, വേറെ എനിക്കറിയാവുന്ന ഒരു കർഷക, ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അവർ ഈ ഓർത്തഡോക്സ് പാളയം ഓർത്തഡോക്സ് അവിടെ അവർ നടത്തുന്നുണ്ട് മാസത്തിലൊരു ചന്ത. ഇത് 10-35 സ്റ്റാളുകളാണ് വീട്ടിൻ്റെ മുകളിൽ ടെറസിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ. എല്ലാ ശനിയാഴ്ചയും എവിടെ? ഗാന്ധി ഭവനിൽ. എപ്പം? 9:30 മണിക്ക് തുടങ്ങും, രാവിലെ 11 മണിക്ക് മുമ്പ് എല്ലാം തീരും. അതിൽ ചക്ക, ചീര, മുരിങ്ങയില ഇങ്ങനെയുള്ള സാധനങ്ങൾ, നാടൻ സാധനങ്ങളൊക്കെ. അത് വലിയൊരു പ്രവർത്തനം അവർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ചെയ്യാവുന്നതേ ഉള്ളൂ. പരസ്പരം ശക്തിപ്പെടുത്തിയാൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇനി ഒരു റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾക്ക് കിഴക്കൻ മലനിരകളിൽ പോയിട്ട് അവിടെയുള്ള കർഷകരുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന സാധനങ്ങൾ കൃഷി ചെയ്ത് തരണം, അഡ്വാൻസ് കാശ് തരാം. ഫാസ്റ്റാഗ് നമ്മൾ അഡ്വാൻസ് സർക്കാരിന് കൊടുക്കണമുണ്ടല്ലോ. നിങ്ങളുടെ കൃഷി നശിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്തിട്ടല്ലേ, ഞങ്ങളും സഹിച്ചോളാം പകുതി. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കർഷകരായിട്ട് ഉണ്ടാക്കാതെ തിന്നലുകാർ മാത്രമായിട്ട് നമുക്ക് ഇത് ഒരുപാട് സമയം പോയതുകൊണ്ട് നമുക്ക് ഇത്തരം ചർച്ചകൾ മറ്റൊരു ദിവസം ഇരിക്കാം. ഓക്കെ, വളരെ വളരെ സന്തോഷം.